Good day everybody. In the ZEOTS-7 Zoology discussion on ZEOTS in the topic human reproduction. So we have 50 questions. So let us start with the questions one by one. Question number 1. The dash are the first haploid cells formed during the process of spermatogenesis. Spermatogenesis നിങ്ങൾക്കറിയാം സ്പെർമറ്റോജെനിസിസിൽ സ്പെർമറ്റോഗോണിയം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആകുന്നു. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുന്നു. 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. So first meiotic division is the reduction division during which the primary spermatocyte divides into 2 secondary spermatocytes. അപ്പോൾ ഇത് 2n ആണെങ്കിൽ ഇത് ഹാപ്ലോയിഡ് ആണ്. The diploid primary spermatocyte undergoes the first meiotic division, which is an equal division and a reduction division that results in the formation of 2 haploid secondary spermatocytes. അപ്പോൾ the dash are the first haploid cells formed during the process of spermatogenesis. ആദ്യമായിട്ടുണ്ടാകുന്ന ഹാപ്ലോയിഡ് സെൽസ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആണ്. ഇനി ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും എന്ത് ചെയ്യുന്നു? വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സ്പെർമാറ്റിഡുകൾ ഉണ്ടാവുന്നു. സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് ആണ്. So each secondary spermatocyte undergoes the second meiotic division. ഇതിന്റെ പേരാണ് second meiotic division. Each secondary spermatocyte undergoes the second meiotic division to produce 2 haploid spermatids. ഈ സ്പെർമാറ്റിഡ്സിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്തായിട്ട്? സ്പേംസ് ആയിട്ട്. ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഇവിടെ ആൻസർ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആസ് കമ്പയർഡ് ടു സ്പേം ദി എഗ് കണ്ടെയ്ൻസ് മോർ. എന്താണ് സ്പേമും എഗ്ഗും തമ്മിലുള്ള വ്യത്യാസം? സ്പേം എന്ന് പറയുമ്പോൾ ഇതാണ് സ്പേമിൻ്റെ ന്യൂക്ലിയസ്. സ്പേമിൻ്റെ ന്യൂക്ലിയസ് ആണിത്. ഇതാണ് സ്പേമിൻ്റെ ഹെഡിനകത്തുള്ള ന്യൂക്ലിയസ്. ഇതാണ് സ്പേം ഹെഡ്. സ്പേം ഹെഡിൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം തീരെ കുറവാണ്. ദ സ്പേം ഹാസ് എ ലാർജ് ന്യൂക്ലിയസ് വിത്ത് വെരി വെരി ലിറ്റിൽ സൈറ്റോപ്ലാസം. എന്നാൽ എഗ് അങ്ങനെയല്ല. എഗ്ഗിന് ന്യൂക്ലിയസ് നോക്കുമ്പോൾ ഇതാണ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം വളരെ കൂടുതലാണ്. സൈറ്റോപ്ലാസം. So egg has or ovum has more cytoplasm. ക്രോമസോമിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. സെൻട്രിയോൾസ്, സ്പേമിന് സെൻട്രിയോൾ ഉണ്ട്, എഗ്ഗിന് സെൻട്രിയോൾ ഇല്ല. മൈറ്റോകോൺട്രിയ സ്പേംസിനും ഉണ്ട്, എഗ്ഗിനും ഉണ്ട്. അതുകൊണ്ട് സൈറ്റോപ്ലാസം കൂടുതലുള്ളത് ഓവത്തിനും സൈറ്റോപ്ലാസം തീരെ കുറവുള്ളത് സ്പേമിനുമാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ വോളിയത്തെ സൈറ്റോപ്ലാസത്തിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ കിട്ടും. ഈ സ്പേമിന് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ വളരെ കൂടുതലാണ്. എഗ്ഗിന് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ വളരെ കുറവാണ്.
So sperm has got a greater nucleocytoplasmic ratio than the ovum. Sperm headന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 മൈക്രോമീറ്റർ ആണ്. 5 മൈക്രോമീറ്റർ ആണ് സ്പേം ഹെഡിന്റെ സൈസ്. എഗ്ഗിന്റെ ആണെങ്കിലോ 100 മൈക്രോമീറ്റർ ആണ്. The size of an ovum or egg is 100 micrometer എന്ന് പറഞ്ഞാൽ 0.1 millimeter ആണ്. The size of an ovum, unfertilized ovum, is 0.1 millimeter or 100 micrometer. എന്നാൽ the size of the sperm head is only 5 micrometer ആണ്. So the next question. Presence of dash in the blood confirms pregnancy. നിങ്ങൾക്കറിയാം, ഇംപ്ലാന്റേഷൻ കൺഫേംസ് പ്രഗ്നൻസി. ഫെർട്ടിലൈസേഷൻ നടന്നു എന്നുള്ളതുകൊണ്ട് പ്രഗ്നൻസി കൺഫേംഡ് ആകുന്നില്ല. പലപ്പോഴും ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലാന്റ് ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. എൻഡോമെട്രിയം പ്രോപ്പർ അല്ല എങ്കിൽ സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്ന് 7-ാം ദിവസമാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി കൺഫേംഡ് ആകുന്നുള്ളൂ. സോ സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ കൺഫേംസ് പ്രഗ്നൻസി. ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റ് ഒരു പുതിയ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണിൻ്റെ പേരാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. Human chorionic gonadotropin. It is a peptide hormone produced by the placenta after implantation. So presence of HCG in the blood confirms pregnancy. അപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു 2nd, 3rd വീക്കൊക്കെ ആകുമ്പോൾ HCGയുടെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 ആണ്. 300 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml. MIU പെർ ml. MIU മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലി ലിറ്റർ. ഇതാണ് 300. ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരും. ഒരു 12 ആഴ്ചയൊക്കെ പ്രഗ്നൻസി ആവുമ്പോൾ HCGയുടെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം മോർ ദാൻ 150,000 മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ആവും. അതുകൊണ്ട് പ്രസൻസ് ഓഫ് HCG ഇൻ ദ ബ്ലഡ് കൺഫേംസ് ഇംപ്ലാന്റേഷൻ. കൺഫർമേഷൻ ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് പ്രഗ്നൻസി. ഈ HCG ആദ്യം ബ്ലഡിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ എക്സസ് HCG ബ്ലഡിൽ നിന്ന് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. Therefore, in the earlier days of pregnancy, HCG is found in the blood. But during the later days of pregnancy, HCG appears in the urine. അപ്പോൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് നടത്തിയാലേ HCG കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ യൂറിൻ ടെസ്റ്റ് നടത്തിയാലും HCG കൺഫേം ചെയ്യാം. നെക്സ്റ്റ്, which layer of the embryo gets attached to the endometrium during implantation? ഏതാണ്? ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിനൊരു ഔട്ടർ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഈ ഔട്ടർ ലെയർ ഓഫ് സെൽസിന്റെ പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. കൂടാതെ എ മാസ് ഓഫ് സെൽസ് അറ്റാച്ച് ടു ദ ട്രോഫോബ്ലാസ്റ്റ്. ഈ മാസ് ഓഫ് സെൽസ് അറ്റാച്ച് ടു ദ ട്രോഫോബ്ലാസ്റ്റ് ആണ് ഇന്നർ സെൽ മാസ്. ഇതിനെ മുഴുവനും കവർ ചെയ്ത് എന്തുണ്ട്? ദി എൻറ്റയർ തിങ് ഈസ് കവേർഡ് ബൈ സോണ പെലൂസിഡ. ഇതാണ് സോണ പെലൂസിഡ. അപ്പൊ ഇതാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്. ഇപ്പൊ ക്ലീവേജ് നടക്കുമ്പോൾ സൈഗോട്ട് ആദ്യം ഒരു മോറുലയായിട്ട് മാറുന്നു. മോറുല യൂട്ടറൈൻ ക്യാവിറ്റിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മോറിൽ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. ബ്ലാസ്റ്റോസിസ്റ്റിന് ഇനി മുമ്പോട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യണം, എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്യണം.
ആ പ്രോസസ്സിൻ്റെ പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കണം? ഈ സോണ പെലൂസിഡ അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകണം. റപ്ചർ ഓഫ് സോണ പെലൂസിഡ നടക്കണം. അതിൻ്റെ പേരാണ് സോണ ഹാച്ചിങ്. സോണ ഹാച്ചിങ് ആണ് നടക്കേണ്ടത്. സോണ ഹാച്ചിങ് നടന്നു കഴിഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യണം. ട്രോഫോബ്ലാസ്റ്റ് ചില എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് എൻഡോമെട്രിയത്തിലുള്ള കുറേ സെൽസിനെ, ടിഷ്യൂസിനെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിനുള്ളിലേക്ക് പകുതി കയറിയിരിക്കും. അതിനുശേഷം എൻഡോമെട്രിയൽ സെൽസ് കംപ്ലീറ്റ് ആ ബ്ലാസ്റ്റോസിസിനെ അങ്ങ് കവർ ചെയ്യും. Therefore, during implantation, the trophoblast gets attached to the endometrium. Endometrial cells proliferate and cover the entire blastocyst. അപ്പോൾ ഇവിടെ ട്രോഫോബ്ലാസ്റ്റ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ട്രോഫോബ്ലാസ്റ്റ് ആണ്, ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ. The vasa efferentia exit the testis. Vasa efferentia, ഇതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യ വരുന്നു. വാസ എഫറൻഷ്യ എപ്പിഡിഡിമിസിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇതാണ് എപ്പിഡിഡിമിസ്, ഹൈലി കോയിൽ. അപ്പോൾ വാസ എഫറൻഷ്യ എപ്പിഡിഡിമിസിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. എപ്പിഡിഡിമിസ് continues as the vas deferens. അപ്പോൾ the vasa efferentia exit the testis and open into epididymis. എപ്പിഡിഡിമിസിന്റെ പൊസിഷൻ എവിടെയാണ്? എപ്പിഡിഡിമിസ് is situated outside the testis at its posterior surface. ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ സൈഡിലായിട്ടാണ്, ടെസ്റ്റിസിന് വെളിയിലാണ്. അപ്പോൾ ടെസ്റ്റിസിനുള്ളിൽ കാണുന്നത് എന്തൊക്കെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റേഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഇൻട്രാ ടെസ്റ്റിക്കുലാർ ഡക്റ്റ് സിസ്റ്റമായി. എപ്പിഡിഡിമിസ് ടെസ്റ്റിൻ്റെ വെളിയിലാണ് ടെസ്റ്റിസിന്. എപ്പിഡിഡിമിസും വാസ് ഡെഫറൻസും ഇജാക്കുലേറ്ററി ഡക്റ്റും ചേരുമ്പോൾ എക്സ്ട്രാ ടെസ്റ്റിക്കുലാർ ഡക്റ്റ് സിസ്റ്റമായി. അപ്പോൾ എപ്പിഡിഡിമിസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ ടെസ്റ്റിസ്. അപ്പോൾ എപ്പിഡിഡിമിസ് പോസ്റ്റീരിയർ സൈഡിലാണ്. എപ്പിഡിഡിമിസ് ഇത് ആന്റീരിയർ സൈഡ് ആണെങ്കിൽ ഇതാണ് പോസ്റ്റീരിയർ സൈഡ്. ലേയേഴ്സ് ഓഫ് ഓവം ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. നിങ്ങൾക്കറിയാം ഓവത്തിന് എന്തൊക്കെയാണുള്ളത്? ഇതാണ് ഓവം. ഇതാണ് ഓവത്തിന്റെ പ്ലാസ്മ മെംബ്രെയിൻ. ഓവത്തിന്റെ പ്ലാസ്മ മെംബ്രെയിനെ നമുക്ക് വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിന് വെളിയിലായിട്ട് മറ്റൊരു ലെയർ ഉണ്ട്. ഇതിന്റെ പേരാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡ ഒരു നോൺ സെല്ലുലാർ ലെയർ ആണ്, സെല്ലുകളൊന്നുമില്ല. ഇറ്റ് ഇസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ. സോണ പെലൂസിഡയിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. ആ ഗ്ലൈക്കോപ്രോട്ടീൻസ് പല ടൈപ്പ് ഉണ്ട്. ZP1, ZP2, ZP3 എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീനുകൾ ചേർന്നാണ് സോണ പെലൂസിഡ. അവിടെ സെല്ലുകളൊന്നുമില്ല. സോണ പെലൂസിഡയ്ക്കും പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ വിറ്റലൈൻ മെംബ്രെയിൻ ഇടയ്ക്കാണ് ഈ സ്പേസിന്റെ പേരാണ് പെരിവിറ്റലൈൻ സ്പേസ്. പെരിവിറ്റലൈൻ സ്പേസ്. ഇനി അതിന് വെളിയിലായിട്ട് എന്തുണ്ട്? അതിന് വെളിയിലായിട്ട് ഫോളിക്കിൾ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽസിന്റെ ലെയർ ഉണ്ടെങ്കിൽ ഇത് ചുറ്റോടി ചുറ്റും. ഇതിന്റെ പേരാണ് കൊറോണ റേഡിയേറ്റ. അപ്പൊ കൊറോണ റേഡിയേറ്റ ഈസ് ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഓർ ഫോളിക്കിൾ സെൽസ് ഔട്ട്സൈഡ് ദി സോണ പെലൂസിഡ. അപ്പൊ സ്പേമിന് ആദ്യം കൊറോണ റേഡിയേറ്റ പെനിട്രേറ്റ് ചെയ്യണം, പിന്നീട് സോണ പെലൂസിഡ പെനിട്രേറ്റ് ചെയ്യണം, പിന്നെ വിറ്റലൈൻ മെംബ്രെയിനും പെനിട്രേറ്റ് ചെയ്താൽ മാത്രമേ എക്സൈറ്റോപ്ലാസത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഔട്ട്സൈഡ് ഇൻസൈഡ് കൊറോണ റേഡിയേറ്റ, സോണ പെലൂസിഡ, വിറ്റലൈൻ മെംബ്രെയിൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് വൺ കൊറോണ റേഡിയേറ്റ, സോണ പെലൂസിഡ, വിറ്റലൈൻ മെംബ്രെയിൻ.
What part of the breast is milk stored before draining at the tip of the nipple? Mammary gland എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. മാമറി ഗ്ലാൻഡിൽ ധാരാളം മാമറി ആൽവിയോളകളുണ്ട്. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ഈ ആൽവിയോളാർ സെൽസ് ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ആൽവിയോളാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ആൽവിയോളയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോളയിൽ നിന്ന് മിൽക്ക് പുറത്തോട്ട് പോകുന്ന എന്ത് വഴിയാണ്? മാമറി ട്യൂബ്യൂൾസ് വഴിയാണ്. മാമറി ട്യൂബ്യൂളുകൾ വന്നു ചേരുന്നത് എവിടെയാണ്? മാമറി ഡക്റ്റിലാണ്. മാമറി ഡക്റ്റുകൾ വന്നു ചേരുന്നത് എവിടെയാണ്? മാമറി ആംപ്യുളയിലാണ്. അപ്പോൾ ഇതാണ് ഒരു മാമറി ആംപ്യുള. ഇതൊരു മാമറി ആംപ്യുളയാണ്. ഈ മാമറി ആംപ്യുളയിൽ അനേകം മാമറി ഡക്റ്റുകൾ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇതൊക്കെ മാമറി ഡക്റ്റുകളാണ്. ഈ മാമറി ആംപ്യുളയിൽ നിന്ന് മിൽക്ക് പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതിന്റെ പേരാണ് മാമറി ആംപ്യുള. മാമറി ആംപ്യുളയിൽ തൽക്കാലം മിൽക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് പുറത്തോട്ട് പോകുന്നത് ലാക്റ്റിഫറസ് ഡക്റ്റ് വഴിയാണ്. So when the baby suckles the nipple of the mother, the baby gets milk directly from the lactiferous duct. അപ്പോൾ ആംപ്യുളയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മിൽക്ക് ലാക്റ്റിഫറസ് ഡക്റ്റ് വഴി ബേബിക്ക് കിട്ടുന്നു. അപ്പോൾ മാമറി ആംപ്യുള അവിടെയാണത് സ്റ്റോർ ചെയ്യുന്നത്. സെമിനൽ പ്ലാസ്മ, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ സെമൻ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ. സെമൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? സെമൻ അല്ലെങ്കിൽ സെമിനൽ ഫ്ലൂയിഡ്. അതിനകത്ത് സെമിനൽ പ്ലാസ്മയുണ്ട്, ദ ഫ്ലൂയിഡ് പാർട്ട്. കൂടാതെ സ്പേംസും ഉണ്ട്. Semen or seminal fluid is formed of seminal plasma and sperms. Seminal plasma contribute ചെയ്യുന്ന ആരാണ്? ആക്സസറി ഗ്ലാൻസ് ആണ്. സെമിനൽ വെസിക്കിൾ, സെമിനൽ പ്ലാസ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെമിനൽ വെസിക്കിൾ, പിന്നീട് പ്രോസ്റ്റേറ്റ്, പിന്നീട് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. Seminal plasma is mainly contributed by 3 accessory glands. Seminal vesicle ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എത്രയാണ്? 75%. The major contributor of semen is seminal vesicle. Seminal vesicleന്റെ സെക്രീഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രക്ടോസ് റിച്ച് ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. ധാരാളം ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ട്. അതിനകത്ത് ധാരാളം ഫ്രക്ടോസ് ഉണ്ട്. കാരണം സ്പേമിൻ്റെ മൈറ്റോകോൺട്രിയ ATP സിന്തസിസിന് വേണ്ടി ഓക്സിഡൈസ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ അല്ല, ഫ്രക്ടോസിനെയാണ്. ആ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഫ്യൂവൽ സ്പേമിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. സെമിനൽ വെസിക്കിൾ ഓൾസോ സെക്രീറ്റ്സ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അപ്പോൾ സെമിനൽ വെസിക്കിളിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ബൈകാർബണേറ്റ് അയോൺസ്. അതുകൊണ്ട് സെമിനൽ വെസിക്കിളാണ് 75%. പ്രോസ്റ്റേറ്റും ഏകദേശം ഒരു 25%ഓളം പ്രോസ്റ്റേറ്റിൻ്റെ വരും. ഇത് വളരെ കുറച്ചാണ്, ഒരു <1% ഉള്ളൂ. ബൾബോ യുറേത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഒരു ലൂബ്രിക്കേറ്റിംഗ് സൊല്യൂഷനാണ്. ദാറ്റ് ലൂബ്രിക്കേറ്റ്സ് ദ ഗ്ലാൻഡ് സ്പിനിസ്. ദ സെക്രീഷൻ ഓഫ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ലൂബ്രിക്കേറ്റ്സ് ദ ഗ്ലാൻഡ് സ്പിനിസ്. പൊതുവേ സെമിനൽ പ്ലാസ്മ ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. എന്തുകൊണ്ടാണ്? സ്പേംസ് ക്യാൻ സർവൈവ് ഓൺലി ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം. സോ ദ സെമിനൽ പ്ലാസ്മ ഈസ് ആൻ ആൽക്കലൈൻ ഫ്ലൂയിഡ്. അതിൻ്റെ pH എബവ് 7 ആണ്. അപ്പോൾ യുറേത്രയ്ക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. യുറേത്ര എവിടെ ഇല്ല. ഇത് വേണ്ട, ഇത് വേണം. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. 1, 2, 3. 1, 2 and 4. 1, 2 and 4 ഇതില്ല. യുറേത്രയ്ക്ക് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഐഡന്റിഫൈ ദ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഫ്രം ദ ഗിവൺ ഇവൻസ്. ഇൻക്രീസ് ഇൻ ദ പ്ലാസ്മ പ്രൊജസ്ട്രോൺ ലെവൽ. പ്രൊജസ്ട്രോൺ ലെവൽ കൂടുന്നത് എപ്പോഴാണ്? ലൂട്ടിയൽ ഫേസിലല്ലേ. ഇതാണ്
menstrual cycle, day number 1, 28. ഇത് 14th day. ഈ സമയത്താണ് ഓവുലേഷൻ സാധാരണ നടക്കുന്നത്. ഇത് മെൻസ്ട്രുവൽ ഫേസ് ആണ്, ഇത് ഫോളിക്കുലാർ ഫേസ് ആണ്, ഇത് ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോൾ ഫോളിക്കുലാർ ഫേസിനെ നമുക്ക് പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കാം, ലൂട്ടിയൽ ഫേസിനെ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സമയത്ത് എന്താണ്, ഈ സമയത്ത് കണ്ടില്ലേ പ്രൊജസ്ട്രോണിൻ്റെ അളവ് തീരെ കുറവാണ്. ഓവുലേഷൻ കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നു. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇതാണ് പ്രൊജസ്റ്ററോൺ. അതുകൊണ്ട് ഐഡന്റിഫൈ ദ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഫ്രം ദ ഗിവൺ ഇവന്റ്സ്. ഇൻക്രീസ് ഇൻ പ്ലാസ്മ പ്രൊജസ്ട്രോൺ ലെവൽ, അത് മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസ് ആണെന്ന് മനസ്സിലാക്കും. ഗ്രാഫിയൻ ഫോളിക്കിൾ ചേഞ്ചസ് ഇൻ കോർപ്പസ് ലൂട്ടിയം. ലൂട്ടിയൽ ഫേസിനെ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ഓവുലേഷൻ കഴിഞ്ഞാൽ ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്സ് ആൻ യെല്ലോ ടിഷ്യൂ നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നതും ലൂട്ടിയൽ ഫേസിലാണ്. മൂന്നാമത്തത് തിക്കനിങ് ഓഫ് ദി എൻഡോമെട്രിയം ആൻഡ് റിലീസ് ഓഫ് വാട്ടറി മ്യൂക്കസ് ഫ്രം ദി യൂട്രൈൻ. അപ്പോൾ ഈ സമയത്ത് ബ്ലഡിൽ മറ്റൊരു ഹോർമോണും കൂടെ ഉണ്ട്. ഏതാണെന്നറിയാമല്ലോ, ഇതാണ് ഇതാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ ഈസ്ട്രോജന്റെ അളവ് കൂടുന്നത് എപ്പോഴാണ്? ഫോളിക്കുലാർ ഫേസിൽ. ലൂട്ടിയൽ ഫേസ് ആകുമ്പോൾ ഈസ്ട്രോജന്റെ അളവ് അല്പം കുറയുന്നു. എന്താണ് ഈസ്ട്രോജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നും പറയുന്നത്? പൊതുവേ ഒരു ആൻറ്റഗോണിസ്റ്റിക് ഹോർമോണാണ്. ഈസ്ട്രോജന്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടും. അതായത് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുമ്പോൾ പതുക്കെ ഈസ്ട്രോജന്റെ അളവ് ഒന്ന് കുറയും. അതുകൊണ്ട് രണ്ടും ആൻറ്റഗോണിസ്റ്റിക് ആണ്. അതുകൊണ്ട് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഈസ്ട്രോജന്റെ അളവിനെ പ്രൊജസ്ട്രോണിന്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഫോളിക്കുലാർ ഫേസിൽ കൂടുതലായിരിക്കും. എന്നാൽ അത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ലൂട്ടിയൽ ഫേസിൽ കുറവായിരിക്കും. ഈസ്ട്രോജന്റെ അളവ് കുറയുന്നു, പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടും. വീണ്ടും മെൻസ്ട്രുവേഷൻ തുടങ്ങുമ്പോൾ വീണ്ടും പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും, ഈസ്ട്രോജന്റെ അളവ് കൂടും. അതുകൊണ്ട് തിക്കനിങ് ഓഫ് ദി എൻഡോമെട്രിയം ആൻഡ് റിലീസ് ഓഫ് വാട്ടറി മ്യൂക്കസ് ഫ്രം ദ യൂട്രൈൻ ഗ്ലാൻഡ്. എൻഡോമെട്രിയത്തിൽ ധാരാളം മ്യൂക്കസ് ഗ്ലാൻഡുകളുണ്ട്. ഈ മ്യൂക്കസ് ഗ്ലാൻഡുകളെ കൊണ്ട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രൊജസ്റ്ററോണാണ്. സോ പ്രൊജസ്റ്ററോൺ സ്റ്റിമുലേറ്റ്സ് ദി എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ് ടു സെക്രീറ്റ് മ്യൂക്കസ്. അപ്പോൾ ലൂട്ടിയൽ ഫേസിനെ നമ്മൾ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ലൂട്ടിയൽ ഫേസിനെ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാൻ കാരണം ആ സമയത്ത് യൂട്രസിലെ എൻഡോമെട്രിയത്തിലുള്ള യൂട്രൈൻ ഗ്ലാൻഡ്സ് ധാരാളം മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സഫിഷ്യൻറ്റ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ബൈ ദ യൂട്രൈൻ ഗ്ലാൻഡ്സും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ലൂട്ടിയൽ ഫേസ് തന്നെയാണ്. ഇതെല്ലാം നടക്കുന്നത് ലൂട്ടിയൽ ഫേസിലാണ്. ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നു, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ യൂട്രൈൻ ഗ്ലാൻഡ്സ് മ്യൂക്കസ് ധാരാളം സെക്രീറ്റ് ചെയ്യുന്നു. വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ പാസ് ത്രൂ ദ പ്ലാസൻഡ ഫ്രം മദർ ടു ഫീറ്റസ്? പ്ലാസൻഡയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പ്ലാസൻഡ ഈസ് ആൻ ഓർഗാനിക് കണക്ഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഫീറ്റസ്. ഫീറ്റൽ ടിഷ്യൂവും മറ്റേർണൽ ടിഷ്യൂവും കൂടെ ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്താണ് പ്ലാസൻഡ. പ്ലാസൻഡയുടെ ഏകദേശം ഒരു പകുതി എന്ന് പറയുന്നത് മറ്റേണൽ ടിഷ്യൂ. മറ്റേണൽ ടിഷ്യൂ ഏതാണ്? യൂട്ടറൈൻ വാൾ. ഫീറ്റൽ ടിഷ്യൂ എന്താണ്? കോറിയോണിക് വില്ലേ. അപ്പോൾ പ്ലാസൻഡ എന്ന് പറയുമ്പോൾ പ്ലാസൻഡ ഈസ് ഈക്വൽ ടു യൂട്ടറൈൻ വാൾ പ്ലസ് കോറിയോണിക് വില്ലേ.
യൂട്ടറൈൻ വാൾ മദറിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ കോറിയോണിക് വില്ലേ ഫീറ്റസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നമുക്കൊരു ചെടിയുടെ ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റത്തെ നമുക്ക് കോറിയോണിക് വില്ലേ എന്ന് വിളിക്കാമെങ്കിൽ മണ്ണിനെ നമുക്ക് യൂട്രൈൻ വാളെന്ന് പറയാം. ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റം മണ്ണിൽ എങ്ങനെയാണോ പടർന്ന് കയറുന്നത് അതുപോലെ ചെടിയാകുന്ന എംബ്രിയോയുടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ തൈയാകുന്ന എംബ്രിയോയുടെ റൂട്ട് സിസ്റ്റം മണ്ണാകുന്ന യൂട്രൈൻ വാളിൽ ഇങ്ങനെ പടർന്നു കയറുന്നു. എന്തിനാണ്? ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ചെടി ചെയ്യുന്നത് പോലെ തന്നെയാണ്. ചെടിയെ നമുക്ക് ഫീറ്റസ് ആയിട്ട് സങ്കല്പിക്കാം, അതിൻ്റെ റൂട്ട് സിസ്റ്റത്തെ നമുക്ക് കോറിയോണിക് വില്ലേ ആയിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ മണ്ണിനെ നമുക്ക് യൂട്രൈൻ വാളായിട്ട് സങ്കല്പിക്കാം. അതുകൊണ്ട് യൂട്രൈൻ വാളും കോറിയോണിക് വില്ലയും കൂടെ ചേരുമ്പോൾ പ്ലാസൻ്റ ആയി. പ്ലാസൻ്റ ഒരു അൾട്രാ ഫിൽറ്ററാണ്. മൈക്രോ മോളിക്യുലർ വെയിറ്റ് കുറഞ്ഞ സബ്സ്റ്റൻസസിന് മാത്രമേ പ്ലാസൻ്റ ക്രോസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ പ്ലാസൻ്റ ഈസ് ആൻ അൾട്രാ ഫിൽറ്റർ ദാറ്റ് പെർമിറ്റ്സ് ദ ഡിഫ്യൂഷൻ ഓഫ് ഓൺലി ലോ മോളിക്യുലർ വെയിറ്റ് സബ്സ്റ്റൻസ്. ഇവിടെ RBC, WBC, ആൽബുമിൻ ഇതിനെല്ലാം മോളിക്കുലർ സൈസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് എന്താണ്? ഗ്ലൂക്കോസ് മാത്രം. ഗ്ലൂക്കോസ് പറഞ്ഞാൽ ശരിയാണ്, അമിനോ ആസിഡ് പറഞ്ഞാൽ ശരിയാണ്, വാട്ടർ പറഞ്ഞാൽ ശരിയാണ്, ന്യൂട്രിയൻസ് പറഞ്ഞാൽ ശരിയാണ്, ഇലക്ട്രോലൈറ്റ്സ് പറഞ്ഞാൽ ശരിയാണ്. അതുപോലെ ചില വൈറസസ് ഉണ്ട്, certain വൈറസസ്, HIV, അതുപോലെ ജർമ്മൻ മീസിൽസ് ഉണ്ടാക്കുന്ന വൈറസ്. ചില വൈറസസിന് പ്ലാസൻ്റ ക്രോസ് ചെയ്യാം, ആൻറ്റിബോഡീസിന് പ്ലാസൻ്റ ക്രോസ് ചെയ്യാം. പ്രത്യേകിച്ച് ഏത് ആൻറ്റിബോഡി? IgG ആൻറ്റിബോഡീസ്. IgG എന്ന് പറയുന്ന ആൻറ്റിബോഡിയാണ് മോളിക്കുലർ വെയിറ്റ് ഏറ്റവും കുറവുള്ള ആൻറ്റിബോഡി. 150,000 ഡാൽട്ടൺസ് ആണ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ്. IgG ഈസ് ദ ഓൺലി ആൻറ്റിബോഡി ക്യാൻ എഫക്റ്റീവ്ലി ക്രോസ് ദ പ്ലാസൻ്റ. അതുകൊണ്ട് പ്ലാസൻ്റ പെർമിറ്റ്സ് ദ ഡിഫ്യൂഷൻ ഓഫ് ഓൺലി ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസ്. ഒരിക്കലും മറ്റേർണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യാൻ പ്ലാസൻ്റ അനുവദിക്കത്തില്ല. പ്ലാസൻ്റ ഡസ് നോട്ട് പെർമിറ്റ് ദ ബ്ലെൻഡിങ് ഓർ മിക്സിംഗ് ഓഫ് maternal blood and fetal blood. The ovaries are located one on each side of. ഓവറിയുടെ ലൊക്കേഷൻ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ovaries are located on one on each side of the lower abdomen ആണ്. lower abdomen. Each ovary is about 2 to 4 centimeters in length and connected to the pelvic wall. എന്തുപയോഗിച്ച്? ലിഗമെന്റ്സ് ഉപയോഗിച്ച്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ഓവറീസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ ബൈ ലിഗമെന്റ്സ്. ഒവേറിയൻ ലിഗമെന്റ്സ് ഉണ്ട്. ആ ലിഗമെന്റ്സ് ഉപയോഗിച്ചാണ് അതിനെ പെൽവിക് വാളിലേക്കും യൂട്രസിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് 3. സെലക്ട് ദ ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. യൂട്രസ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെന്റ്സ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. കറക്റ്റ് ആണ്. ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. യൂട്രസിനെ പെൽവിക് വാളുമായിട്ട് ലിഗമെന്റ്സ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യുന്നു. യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പ്യൂബിക് സിംഫൈസിസ് ആൻഡ് യൂറിനറി ബ്ലാഡർ. ഇത് തെറ്റാണ്. യൂട്രസിന്റെ പൊസിഷൻ എന്താണ്? നമുക്ക് പെൽവിക് ക്യാവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പെൽവിക് ക്യാവിറ്റി. ഇത് പെൽവിക് ക്യാവിറ്റിയാണ്. പെൽവിക് ക്യാവിറ്റിയില് പെൽവിക് ക്യാവിറ്റി. ഇതാണ് പെൽവിക് ഗേർഡിൽ. ഇത് നമുക്കറിയാം വെർട്ടിബ്രൽ കോളത്തിന്റെ സേക്രമാണ്. ഇത് പെൽവിക് ഗേർഡിലാണ്. പെൽവിക് ഗേർഡിൽ ഇതെന്താണ്? ഈ കാണുന്നതാണ് പ്യൂബിക് സിംഫൈസിസ്. ഇതാണ് സേക്രം ഓഫ് വെർട്ടിബ്രൽ കോളം. സേക്രം ഓഫ് വെർട്ടിബ്രൽ കോളം. ഈ കാണുന്നതാണ് പെൽവിക് ക്യാവിറ്റി. ഈ പെൽവിക് ക്യാവിറ്റിയിലാണ് എന്ത് കാണുന്നത്? പ്യൂബിക് സിംഫൈസിന്റെ തൊട്ട് ഡോർസൽ സൈഡിൽ ഈ കാണുന്നത് യൂറിനറി ബ്ലാഡർ. ഇത് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് ഡോർസൽ സൈഡിൽ കാണുന്ന ഇത് യൂട്ടറസ്. യൂട്രസിന്റെ തൊട്ട് ഡോർസൽ സൈഡിൽ കാണുന്നത് റെക്റ്റം. റെക്റ്റത്തിന്റെ ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളം. അപ്പോൾ പെൽവിക് ക്യാവിറ്റിയിലെ യൂട്രസ് എന്ന് പറയുന്നത്
റെക്ടത്തിനും യൂറിനറി ബ്ലാഡറിനും ഇടയിലാണ്. സോ യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ റെക്ടം ആൻഡ് ദ യൂറിനറി ബ്ലാഡർ. യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്യൂബിക് സിംഫേസ് ആൻഡ് യൂറിനറി ബ്ലാഡർ. തെറ്റാണ്. ബിറ്റ്വീൻ യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്ടം. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇത് വെൻട്രൽ ആണെങ്കിൽ ഇത് ഡോർസലാണ്. ഓക്കെ. ഓവറി സെക്രീറ്റ്സ് റിലാക്സിൻ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് പാർത്തുറിഷൻ. ശരിയാണല്ലോ അത്. ഓവറി സെക്രീറ്റ്സ് റിലാക്സിൻ. റിലാക്സിൻ ഓവറി മാത്രമല്ല പ്ലാസൻ്റെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിലാക്സിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ secreted by the ovary as well as the placenta that loosens the smooth muscles and ligaments over the pelvic ligaments. Pelvic ligaments ne loosen ചെയ്യുക, smooth muscles ne loosen ചെയ്യുക, ആ യൂട്രസിനകത്ത് യൂട്രസ് അങ്ങ് എൻലാർജ് ചെയ്യാൻ വേണ്ട സ്പേസ് കൊടുക്കണം. പെൽവിക് ക്യാവിറ്റിയിൽ ഗ്രോയിങ് യൂട്രസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാൻ സഹായിക്കുന്നു. ബർത്തിൻ്റെ സമയത്ത് ഈസി പാർച്ചുറേഷൻ നടക്കാനായിട്ട് ബർത്ത് കനാൽ വൈഡൻ ചെയ്യാൻ സഹായിക്കുന്നു. സോ ലൂസനിങ് ഓഫ് മസിൽസ് ആൻഡ് ലിഗമെന്റ്സ്, അതാണ് റിലാക്സിൻ. അതൊരു പെപ്റ്റൈഡ് ഹോർമോണാണ്. റിലാക്സിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓവറി. ഓവറി സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണെങ്കിൽ റിലാക്സിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓവറി ആൻഡ് ഓൾസോ പ്ലാസെന്റ ഡ്യൂറിങ് പ്രഗ്നൻസി. ന്യൂബോൺ ഫീമെയിൽ ഹാസ് നോ ഓവറീസ്. അത് തെറ്റാണ്. ന്യൂബോൺ ഫീമെയിൽ ഹാസ് ഓവറി. വേണ്ട, നോ വേണ്ട. എ ന്യൂബോൺ ഫീമെയിൽ ഹാസ് ഓവറി എന്ന് മാത്രമല്ല, ഓരോ ഓവറിയിലും ഏകദേശം ഒരു 2 million പ്രൈമറി ഫോളിക്കിൾസ് കാണും. ഈച്ച് ഓവറി ഓഫ് എ ന്യൂബോൺ ഫീമെയിൽ മേ കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി 2 million primary follicles. Each primary follicle contains a primary oocyte. പക്ഷേ ഒരു ഫെർട്ടൈൽ ഫീമെയിൽ ആകുമ്പോൾ ഫോളിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞ് ഒരു 60,000 to 80,000 ആയിട്ട് അങ്ങ് കുറയും. അപ്പോൾ മയോമെട്രിയം ഈസ് ദ തിക്ക് ലെയർ ഓഫ് സ്ട്രയേറ്റഡ് മസിൽസ്. തെറ്റ്. അത് സ്മൂത്ത് മസിൽസ് ആണ്. മയോമെട്രിയത്തിൽ കാണുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് അല്ല, അൺസ്ട്രയേറ്റഡ് സ്മൂത്ത് മസിൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ 1 and 3 ആർ ട്രൂ. 2, 4, 5 false. ഹ്യൂമൻ സ്പെർമറ്റോസോവൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹ്യൂമൻ സ്പെർമറ്റോസോവന് വലിയ ന്യൂക്ലിയസും തീരെ കുറച്ച് സൈറ്റോപ്ലാസമാണ്. അതുകൊണ്ട് ദ വോളിയം ഓഫ് ന്യൂക്ലിയസിന്റെ വോളിയത്തെ സൈറ്റോപ്ലാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ സ്പേമിന് വളരെ കൂടുതലാണ്, എഗ്ഗിന് അത് തീരെ കുറവാണ്. സോ ദ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് ratio of the sperm is greater than that of egg. So sperm has a greater nucleocytoplasmic ratio than egg. They are produced faster. That is തെറ്റാണ്. 37 degrees Celsius is non congenious, unfavorable ആണ് സ്പേമിന്. 37 degrees Celsiusൽ സ്പേം പ്രൊഡക്ഷൻ സാധാരണഗതിയിൽ നടക്കത്തില്ല. അത് സ്പേമിന് ദോഷമാണ്. ആക്റ്റീവ്ലി മോട്ടൈൽ ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ കൂടെയോ എപ്പിഡിഡിമിസിൽ കൂടെയോ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ കൂടെയോ വാസ്റ്റഫറൻസിൽ കൂടെയോ, ചുരുക്കി പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഡക്റ്റുകളിൽ കൂടെ സ്പേമിന് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവില്ല. എങ്ങനെയാണ് സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസ് വഴിയും എപ്പിഡിഡിമിസ് വഴിയും വാസ്റ്റഫറൻസ് വഴിയും സഞ്ചരിക്കുന്നത്? എങ്ങനെയാണ്? പെരിസ്റ്റാൾസിസ് വഴിയാണ്. ആ ഡക്റ്റ് സിസ്റ്റത്തിൻ്റെ സ്മൂത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പെരിസ്റ്റാൾസിസ്. സ്പേമിന് മോട്ടിലിറ്റി സംഭവിക്കുന്നത് ഹ്യൂമൻ ബോഡിക്ക് വെളിവെന്ന് കപ്പാസിറ്റേഷൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നടന്നതിന് ശേഷമേ ഉള്ളൂ. അതുകൊണ്ട് സ്പേംസ് ഡു നോട്ട് ആക്റ്റീവ്ലി മൂവ് ത്രൂ ദ മെയിൽ ഡക്റ്റ് സിസ്റ്റം. ദ പ്രൊപ്പൽഷൻ ഓഫ് സ്പേം ഈസ് ഡ്യൂ ടു പെരിസ്റ്റാൾസിസ് ആണ്. അപ്പോൾ അതൊക്കെ തെറ്റാണ്. ദേ ആർ സ്റ്റോർഡ് മെയിൻലി ഇൻ ദ സെമിനൽ വെസിക്കിളിലല്ല, എപ്പിഡിഡിമിസിലാണ്. എപ്പിഡിഡിമിസിന്റെ പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് സ്പേംസ്, 2
ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഓഫ് സ്പേംസ്, അതും എപ്പിഡിഡിമിസിലാണ് നടക്കുന്നത്. എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺവല്യൂട്ടഡ് ഡക്റ്റാണ് അറ്റ് ദ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ ടെസ്റ്റിസ്. എപ്പിഡിഡിമിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 6 meters ആണ്. അപ്പോൾ 6 meters ലെങ്ത് ഉള്ള എപ്പിഡിഡിമിസിനെ മടക്കി മടക്കി മടക്കിയാണ് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. Find the correct statement. Sperm production is not affected by the removal of prostate. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞാലും സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കാരണം സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലല്ല, അത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസിലാണ്. അപ്പോൾ ഇത് സ്പേം പ്രൊഡക്ഷൻ, കപ്പാസിറ്റേഷൻ ഓഫ് സ്പേംസ് ടേക്സ് പ്ലേസ് വിത്തിൻ ദി എപ്പിഡിഡിമിസ് അല്ല, കപ്പാസിറ്റേഷൻ നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ്. കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സ്പേം ആക്ടിവേഷൻ. ദ പ്രോസസ് ഓഫ് സ്പേം ആക്ടിവേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അപ്പോൾ ഇത് തെറ്റാണ്. FSH സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. FSH അല്ല, LH ആണ്. ഇത് തെറ്റാണ്. LH സ്റ്റിമുലേറ്റ്സ് എന്ന് വേണം. LH സ്റ്റിമുലേറ്റ്സ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ബൈ ലീഡിംഗ് സെൽ. സ്പെർമിയോജെനിസിസ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ സ്പെർമിയേഷൻ. തിരിച്ചു പറയണം, സ്പെർമിയേഷൻ ടേക്സ് പ്ലേസ് ആഫ്റ്റർ സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് സ്പേം. The release of sperms from the seminiferous tubules takes place after spermiogenesis. അപ്പോൾ ഇത് തിരിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഇതും തെറ്റ്. അപ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ്. പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്ന സർജറിയുടെ പേരാണ് പ്രോസ്റ്റെക്ടമി. ഈവൻ ആഫ്റ്റർ സർജിക്കൽ റിമൂവൽ ഓഫ് പ്രോസ്റ്റേറ്റ് സ്പേം പ്രൊഡക്ഷൻ കണ്ടിന്യൂ. പക്ഷേ ആ സെമനിൽ പ്രോസ്റ്റേറ്റിൻ്റെ സെക്രീഷൻ കാണുകയില്ലെന്നേ ഉള്ളൂ, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. Identify the incorrect statement. The term womb is synonym for uterus. യൂട്രസിനെ womb എന്നും വിളിക്കാറുണ്ട്. അത് ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. Cervical canal is part of birth canal. Vaginal കനാലും cervical കനാലും കൂടെ ചേരുമ്പോഴാണ് birth canal ആകുന്നത്. Mons pubis is part of the female duct system. Female duct system എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേരുന്നതാണ്? Female duct system എന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, സെർവിക്സ്, വജൈന, ഇത്രയും ചേരുന്നതാണ് ഫീമെയിൽ ഡക്ട് സിസ്റ്റം. മോൺസ് പ്യൂബിസ് ഈസ് പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. അപ്പോൾ മോൺസ് പ്യൂബിസ്, അപ്പോൾ അതാണ് ഇൻകറക്റ്റ്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ പ്യൂബിക് റീജനിൽ കാണുന്ന ഒരു ഫാറ്റി ടിഷ്യൂ ആണ്. അത് പ്യൂബിക് റീജനിൽ കാണുന്നതാണ്. മോൺസ് പ്യൂബിസ് വിത്ത് പ്യൂബിക് ഹെയർ, അത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഭാഗമാണ്, ഡക്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. ഹൈമൻ പാർഷ്യലി കവേഴ്സ് ദ വെജൈനൽ ഓറിഫൈസ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ആണ്. 3 is the incorrect statement. Assertion: failure of testis to descend into scrotal sacs is associated with infertility in adulthood. സാധാരണഗതിയിൽ 3rd trimester പൂർത്തിയാകാറാവുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അബ്ഡോമിനൽ ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിലേക്ക് ഡിസെൻഡ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിസ് അബ്ഡോമിനലാണ് സ്ഥിതി ചെയ്യുന്നത്. ടെസ്റ്റിസ് അബ്ഡോമിനലിൽ നിന്ന്, ടെസ്റ്റിസ് TIS സിംഗുലറും TES പ്ലൂറലുമാണ്. ടെസ്റ്റിസ് ഇൻഗ്വിനൽ കനാൽ വഴി സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരണം. സോ ബിഫോർ ബർത്ത് ദ ടെസ്റ്റിസ് descend into scrotal sacs through the inguinal canal. എന്നാൽ ചിലപ്പോൾ the testis fail to descend into the scrotal sac. അങ്ങനെ ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിലേക്ക് ഡിസെൻഡ് ചെയ്തില്ലെങ്കിൽ ആ അവസ്ഥയുടെ പേരാണ് ക്രിപ്റ്റോർക്കിഡിസം. ക്രിപ്റ്റോ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഹിഡൻ, മറഞ്ഞിരിക്കുന്നതെന്നാണ്. ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് എന്നാണ്. അപ്പോൾ ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ടെസ്റ്റിസ്. സ്ക്രോട്ടൽ സാക്സിൽ ടെസ്റ്റിസ് ഇല്ല, അതിപ്പോഴും അബ്ഡോമിനിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിപ്റ്റോർക്കിഡിസം ഈസ് ദ ഫെയിലിയർ ഓഫ് ടെസ്റ്റിസ് ടു ഡിസെൻഡ് ഇൻ ടു സ്ക്രോട്ടൽ സാക്സ്. ക്രിപ്റ്റോർക്കിഡിസം ഉണ്ടെങ്കിൽ സ്പെർമറ്റോജെനിസിസ് നടക്കുന്ന സമയത്ത് ആ ഹയർ ടെമ്പറേച്ചർ സ്പേം പ്രൊഡക്ഷന് ഹാംഫുൾ ആണ്. അതുകൊണ്ട് വൺ ഓഫ് ദ മേജർ റീസൺസ് ഫോർ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഈസ് ക്രിപ്റ്റോർക്കിഡിസമാണ്.
അപ്പോൾ ക്രിപ്റ്റോർക്കിഡിസം വളരെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജറി വഴി ആ ടെസ്റ്റിസിനെ സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഫെയിലുവർ ഓഫ് ടെസ്റ്റിസ് ടു ഡിസെൻഡ് ടു ദ സ്ക്രോട്ടൽ സാക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. കറക്റ്റാണത്. ബിക്കോസ് ക്രോട്ടം പ്രൊവൈഡ്സ് എ ലോവർ ടെമ്പറേച്ചർ. അബ്ഡോമിനൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് അൺഫേവറബിൾ ഫോർ ദ സ്പേം ഡെവലപ്മെന്റ്. എന്നാൽ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ ഒരു 2-2.5 ഡിഗ്രി കുറവാണ്. So scrotal temperature is always less than the body temperature. And a lower scrotal temperature is congenial and favorable for the development of sperm. അപ്പോൾ ഇത് രണ്ടും ശ്രീസനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ 1 ആണ്. At which stage of oogenesis female gamete is released from the ovary? ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയായിട്ടില്ല. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ ഫീമെയിൽ ഗ്യാമറ്റ് എന്ന് പറയുന്ന 4 സ്റ്റേജ് ഉണ്ട് അറിയാവുന്ന ആൾക്ക്. അതാണ് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. എന്നാൽ മെറ്റാഫേസ് 2 പകുതിയാകുമ്പോൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഓവത്തെ റിലീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ female gamete is in the secondary oocyte stage arrested at metaphase 2. മനസ്സിലാക്കണത്. ഓവുലേഷൻ നടക്കുമ്പോൾ ഫീമെയിൽ ഗ്യാമേറ്റ് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ്, അറസ്റ്റഡ് അറ്റ് മെറ്റാഫേസ് 2. ഇനി മുടങ്ങിക്കിടക്കുന്ന ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഈ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ വിൽ ബി കണ്ടിന്യൂഡ്. ഈ ഫെർട്ടിലൈസേഷൻ ഡസൻറ്റ് ടേക്ക് പ്ലേസ്, ആ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാകാതെ തന്നെ ആ സെക്കൻഡറി ഊസൈറ്റ് ഡെഡ് ആയി പോകും. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജാണ്, സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ് അപ്പോൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷന് വേണ്ടി ഫാലോപ്യൻ ട്യൂബിൻ്റെ ആംബുളയിൽ വന്നിരിക്കുന്ന ഫീമെയിൽ ഗ്യാമേറ്റ് ഒരു ഫുള്ളി മെച്യുവർ ഓവമല്ല. അത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജ് പാതി വഴിയിൽ എത്തി നിൽക്കുന്നേ ഉള്ളൂ. മെച്ചുറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇൻകറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഹ്യൂമൻ ടെസ്റ്റിസ്. എബൌട്ട് 250 സെമിനിഫറസ് ട്യൂബിൾസ് ഇൻ ടോട്ടൽ ആണോ? അല്ല. ആകെ 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട്. ഓരോ ലോബ്യൂളിലും മിനിമം ഒരു 3 സെമിനിഫറസ് ട്യൂബുകളേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 × 250 ഏകദേശം 750 അല്ലെങ്കിൽ മോർ, അതിൽ കൂടുതൽ കാണും. അപ്പോൾ 750ക്കും 1000നും ഇടയിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. 250 സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ല, 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇത് തെറ്റാണ്. 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഒരു ലോബ്യൂളിൽ 3-4 കാണാം. അപ്പോൾ വരുമ്പോഴത്തേക്ക് 750. ബാക്കിയുള്ള എല്ലാം കറക്റ്റാണ്. എക്സ്ട്രാ അബ്ഡോമിനലാണ്, ലെങ്ത് കറക്റ്റാണ്, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ടെസ്റ്റിസും ഓവറി എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്സ് ഓർഗൻസ് ആണ്. അതേസമയം ആക്സസറി എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്ക്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇൻ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് സീക്വൻസ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോസൈറ്റ് ആവുന്നു, സ്പെർമാറ്റോസൈറ്റ് സ്പേം ആവുന്നു. സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നു, പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നു, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നു, സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ സ്പെർമാറ്റോസൈറ്റ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് റോങ് അബൌട്ട് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ലാക്ടേഷൻ? ലാക്ടേഷൻ സീസസ് ഇഫ് ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ഡിസ്ട്രോയിഡ്. എന്താ കറക്റ്റ് അല്ലേ അത്? എന്താണ്? ലാക്ടേഷൻ നടക്കണമെങ്കിൽ ഒരു ഹോർമോൺ വേണം. അതാണ് വിച്ച് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ലാക്ടേഷൻ? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഡിസ്ട്രോയ് ചെയ്താൽ പ്രൊലാക്റ്റിൻ പ്രൊഡക്ഷൻ നിന്നുപോകും. പ്രൊലാക്റ്റിൻ പ്രൊഡക്ഷൻ നിന്നുപോയി കഴിഞ്ഞാൽ ലാക്ടേഷൻ നടക്കത്തില്ല. അപ്പോൾ ഇത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെയിൻ്റനൻസ് ഓഫ് ലാക്ടേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സക്ലിംഗ്. ഒരു കുഞ്ഞ് സക്കിൾ ചെയ്യുമ്പോൾ, അമ്മയുടെ നിപ്പിൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സക്കിൾ ചെയ്യുമ്പോൾ അമ്മയുടെ രക്തത്തിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടും. സക്ലിംഗ് സ്റ്റിമുലേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊലാക്റ്റിൻ ലെവല്
മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കോൺസ്റ്റൻറ്റ് സക്ലിംഗ് ആവശ്യമുണ്ട്. ദെർഫോർ മെയിൻ്റനൻസ് ഓഫ് ലാക്ടേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സക്ലിംഗ്. അതുകൊണ്ടാണ് കോൺസ്റ്റൻ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിൻ്റെ ബ്ലഡിലാണ് പ്രൊലാക്റ്റിൻ ലെവൽ വളരെ ഹൈ. ഈ പ്രൊലാക്റ്റിൻ ലെവൽ ബ്ലഡിൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് LH പ്രൊഡക്ഷൻ കാണത്തില്ല, ഓവുലേഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ലാക്ടേഷണൽ അമനോറിയ ഉണ്ടാകുന്നതിൻ്റെ കാര്യം അതാണ്. ലാക്ടേഷൻ പീരീഡിൽ യൂഷ്വലി ദർ ഇസ് നോ മെൻസ്ട്രുവേഷൻ ബിക്കോസ് ഹൈ ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ സപ്രസസ് LH സെക്രീഷൻ. LH സെക്രീഷൻ ഇല്ലെങ്കിൽ ലാക്ടേഷൻ നടക്കത്തില്ല, ഓവുലേഷൻ നടക്കത്തില്ല. LH സെക്രീഷൻ കുറഞ്ഞാൽ നോ ഓവുലേഷൻ. സോ ലാക്ടേഷണൽ അമനോറിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് the absence of ovulation. Absence of ovulation is associated with LH fall. Fall in LH is associated with high level of prolactin. High level of prolactin is due to constant suckling. അപ്പോൾ ഇതും ശരിയാണ്. Milk formation is stimulated by estrogen and progesterone. Milk formation is stimulated by progesterone. അല്ല, ഇതാണ് prolactin ആണ് ഇവിടെ വരേണ്ടത്. Prolactin. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും മിൽക്ക് പ്രൊഡക്ഷനെ സപ്രസ് ചെയ്തേ. എന്തുകൊണ്ടാണ് പ്രഗ്നൻസി പീരീഡിൽ ലാക്ടേഷൻ നടക്കാത്തത്? ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ സപ്രസസ് ലാക്ടേഷൻ. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ലാക്ടേഷൻ സപ്രസ് ചെയ്യും. അതുകൊണ്ട് ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ബേബി ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് കുറയുന്നു, ലാക്ടേഷൻ നടക്കുന്നു. അപ്പോൾ ലാക്ടേഷൻ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പ്രൊലാക്റ്റിനാണ്. Milk ejection ceases if the posterior pituitary gland is destroyed. മിൽക്ക് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്ന ആരാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഡിസ്ട്രോയ് ചെയ്താൽ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നില്ല. ഓക്സിറ്റോസിൻ ഇല്ലെങ്കിൽ മിൽക്ക് ഇജക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഓക്സിറ്റോസിൻ ഈസ് എ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാൽ ഓക്സിറ്റോസിൻ്റെ റിലീസ് നിന്നുപോകും. ഓക്സിറ്റോസിൻ ഇല്ലെങ്കിൽ നോ മിൽക്ക് ഇജക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഈസ് റോങ്. Read the following statements about menstrual cycle and select the 2 correct statements. Changes in the ovary and uterus are induced by changes in the levels of pituitary hormones only. ആ only തെറ്റാണ്. ഇത് തെറ്റ്. എന്താണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? ഓവറിയെ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്നാൽ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഒവേറിയൻ ഹോർമോൺസ്. ഒവേറിയൻ ഹോർമോൺസ് യൂട്രസിനെ സ്റ്റിമുലേറ്റ്. അതുകൊണ്ട് the changes in the ovary and the uterus are induced by the levels of pituitary hormones and ovarian hormones എന്ന് പറഞ്ഞു. രണ്ടുമാണ്. and ovarian hormones എന്ന് പറഞ്ഞു. പിറ്റ്യൂട്ടറി ഹോർമോൺ മാത്രം വിചാരിച്ചാൽ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂട്രസിൽ ചേഞ്ചസ് ഉണ്ടാക്കണമെങ്കിൽ ഏത് വേണം? ഈസ്ട്രോജൻ വേണം. Estrogen causes proliferation and thickening of the endometrium of the uterus. ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. അപ്പോൾ ഒവേറിയൻ ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്രസിലുള്ള ചേഞ്ചസ്, ആ തിക്കനിങ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വേറൊരു ഒവേറിയൻ ഹോർമോൺ വേണം, അതാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് യൂട്രസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഓവറിയിലാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റോങ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. അതായത് മെൻസ്ട്രുവേഷൻ നടന്നില്ല എങ്കിൽ പ്രഗ്നൻസി ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. കൺഫർമേഷൻ എന്ന് പറയാൻ മേ ബി കറക്റ്റാണ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഈസ് നോട്ട് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് പ്രഗ്നൻസി. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് പ്രഗ്നൻസി. ശരിയാണ്. LH surge induces rupture of Graafian follicle and thereby release of ovum. ഓവുലേഷന് തൊട്ട് മുമ്പ് LHന്റെ ലെവൽ അതിൻ്റെ പീക്കിലെത്തും. ആ പീക്ക് ലെവൽ ഓഫ് LH ഇൻ ദ പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് LH surge. LH surge triggers ovulation. ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു ഡീജനറേഷൻ ഓഫ് ലിപ്പോപ്രൂട്ടിയം. തെറ്റല്ലേ? ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ.
ഇവിടെ ആബ്സെൻസ് എന്നാ വേണ്ടത്. Absence of fertilization leads to degeneration of corpus luteum. Successful fertilization leads to maintenance of corpus luteum. Successful fertilization leads to maintenance of corpus luteum. Absence of fertilization leads to degeneration. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. The glandular layer of uterine wall, അറിയാമല്ലോ, യൂട്രൈൻ വാളിന്റെ യൂട്രൈൻ ഗ്ലാൻസ് ഉള്ള ഏതിലാണ്? എൻഡോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയത്തിൽ ധാരാളം ഗ്ലാൻസ് ഉണ്ട്. ഇങ്ങനെ ഇതാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ ട്യൂബുലാർ ഗ്ലാൻസ് ഇങ്ങനെ കാണാം. ഇതാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലെ ട്യൂബുലാർ ഗ്ലാൻസ് ഇങ്ങനെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് യൂട്ടറൈൻ ഗ്ലാൻസ്. എന്നാൽ ഫോളിക്കുലർ ഫേസിൽ യൂട്രൈൻ ഗ്ലാൻസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നില്ല കാര്യമായിട്ട്. എന്തുകൊണ്ടാണ്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ സ്റ്റിമുലസ് വേണം. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ ദ പ്രൊജസ്ട്രോൺ സെക്രീറ്റഡ് ബൈ ദി കോർപ്പസ് ലൂട്ടിയം സ്റ്റിമുലേറ്റ്സ് ദ യൂട്രൈൻ ഗ്ലാൻസ് ഓഫ് എൻഡോമെട്രിയം ടു സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് ഫെസിലിറ്റേറ്റ്സ് ഇംപ്ലാന്റേഷൻ. Process of embedding of blastocyst in the endometrium of the uterus is called, നേരത്തെ പറഞ്ഞാണ്, ഇംപ്ലാന്റേഷൻ. ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഈ പ്രോസസ്സിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നു. ഇംപ്ലാന്റേഷൻ ടേക്സ് പ്ലേസ് 7 days after fertilization. Implantation confirms pregnancy. If both the ovaries of a pregnant female are removed during the second trimester, it will lead to ഓവറി. പ്രഗ്നൻസി പീരീഡിൽ എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ഓവറിയിൽ ഒരു കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യും. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യണം? പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യണം. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി എൻഡോമെട്രിയൽ തിക്കനിങ്. പക്ഷേ ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് എപ്പോഴാണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഇത് സെക്കൻഡ് ട്രൈമസ്റ്റർ, ഇത് തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നു. എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും പ്ലാസന്റയാണ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. സോ കോർപ്പസ് ലൂട്ടിയം ഫസ്റ്റ് ട്രൈമസ്റ്റർ വരെ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഓവറിക്കകത്താണ് കോർപ്പസ് ലൂട്ടിയം കാണുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓവറി അവിടെ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓവറി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, അബോർഷൻ നടക്കാം. എന്നാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ട്രൈമസ്റ്ററിലോ തേർഡ് ട്രൈമസ്റ്ററിലോ ഓവർ റിമൂവ് ചെയ്താലും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുന്നില്ല. എന്തുകൊണ്ട്? സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസൻ്റെ ആണ്. അപ്പോൾ നോർമൽ ഡെവലപ്പ്. ഇവിടെ കോർപ്പസ് ലൂട്ടത്തെ കൊണ്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യിക്കുന്ന ആരാണ്? കോർപ്പസ് ലൂട്ടത്തെ കൊണ്ട് പ്രൊജസ്ട്രോൺ ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്രീറ്റ് ചെയ്യുന്നത് ആദ്യത്തെ 7 ദിവസം LH-ഉം പിന്നീടുള്ള ദിവസങ്ങൾ HCG-യുമാണ്. അപ്പോൾ ഇതിനകത്ത് നോർമൽ ഡെവലപ്മെന്റ് നടക്കും, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിലേ അബോർഷൻ ഉണ്ടാകത്തുള്ളൂ. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഓവർ റിമൂവ് ചെയ്താലും പ്രശ്നമില്ല. കാരണം ഓവറിക്ക് പിന്നെ റോൾ അവിടെ ഇല്ല. കാരണം പ്രൊജസ്ട്രോൺ സെക്രീഷൻ ഈസ് ടേക്കൺ ഓവർ ബൈ ദി പ്ലാസന്റ. പ്ലാസന്റ പ്രൊജസ്ട്രോൺ മാത്രമല്ല ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ സ്കിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്, അല്ലേ? എന്താണ്? the swollen tip of the penis is called glans penis. ആ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ലൂസ് ഇൻകംപ്ലീറ്റ് ഫോൾഡ് ഓഫ് സ്കിന്നിന്റെ പേരാണ് ഫോർ സ്കിൻ. അപ്പോൾ അത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ടിപ്പിൽ കാണുന്ന സോളൻ റീജൻ ആണ് ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസ് ഈസ് കവേർഡ് ബൈ എ പാർഷ്യൽ ഫോൾഡ് ഓഫ് സ്കിൻ നോൺ ആസ് ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രൊപ്യൂസ് എന്ന് വിളിക്കും. ഫോർ സ്കിന്നിനെ നമുക്ക് പ്രൊപ്യൂസ് എന്ന് വിളിക്കാം.
Which mammalian cell has the most tightly compacted eukaryote DNA? നിങ്ങൾക്കറിയാം സ്പെർമിയോജനിസിസ് നടക്കുന്ന സമയത്ത് സ്പേം ന്യൂക്ലിയസ് അങ്ങോട്ട് ഇതാവും, വളരെ കോമ്പാക്റ്റ് ആവും. കാരണം ഒരു സ്പേമിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ സൈസ് ചെറുതാകുക. സൈസ് ചെറുതാകുമ്പോൾ വെലോസിറ്റി കൂടും. ഒരു സ്പേമിന് സെർവിക്സിൻ്റെ തുടക്കത്തിൽ നിന്ന് എവിടം വരെ എത്തണം? ഓവം വരെ എത്തണം. ഇപ്പോൾ ഇവിടെ ഇതാ ഇവിടെയാണ് ഓവം ഇരിക്കുന്നത്. ഇവിടെയാണ് ഓവം, ഫാലോപ്യൻ ട്യൂബിൻ്റെ ആംബുള. ഇവിടെയാണ് സ്പേംസ് വന്ന് വീഴുന്നത്. ഇവിടെ നിന്ന് സ്പേംസ് ഇതാ ഇത്രയും ദൂരം സഞ്ചരിക്കണം. എത്ര ദൂരം സഞ്ചരിക്കണം? 15 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിക്കണം. 15 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിച്ചാലേ സ്പേമിന് എഗ്ഗിൻ്റെ അടുത്ത് എത്താനൊക്കത്തുള്ളൂ. ഈ 15 സെൻറ്റിമീറ്റർ ദൂരം സ്പേമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൂരമാണ്. ബിക്കോസ് സ്പേം ഇസ് എ സ്മോളസ്റ്റ് സെൽ. അത് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി 1 to 3 millimeter per minute ആണ്. The velocity of a capacitated sperm is 1 to 3 millimeter per minute ആണ്. അപ്പോൾ 1 to 3 millimeter വേഗത്തിൽ സ്പേം അവിടെ സഞ്ചരിക്കണമെങ്കിൽ സ്പേമിന് കോമ്പാക്റ്റ് ആയിരിക്കണം, വെയിറ്റ് കുറഞ്ഞിരിക്കണം, ലഗേജ് പാടില്ല. അതുകൊണ്ടാണ് സൈറ്റോപ്ലാസം ഒക്കെ എടുത്ത് കളഞ്ഞത്. അപ്പോൾ കോമ്പാക്റ്റ് ന്യൂക്ലിയസ്, കാരണം എഗ്ഗിനകത്തുള്ള ക്രൊമാറ്റിൻ്റെ അളവും സ്പേം ന്യൂക്ലിയസിനകത്തുള്ള ക്രൊമാറ്റിൻ്റെ അളവും ഒന്നുപോലെയാണ്. പക്ഷേ സ്പേം ന്യൂക്ലിയസിനകത്തുള്ള ക്രൊമാറ്റിനെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കോമ്പാക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ 6 പെട്ടിക്കകത്ത് കൊള്ളാവുന്ന വസ്ത്രം, നമ്മൾ 6 പെട്ടി ഒരു ദൂരയാത്രയ്ക്ക് പോകാനായിട്ട് 6 പെട്ടിക്കകത്ത് തുണികൾ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പെട്ടിയെ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്തു 6 പെട്ടിക്കകത്ത് കൊള്ളുന്ന ഡ്രസ്സ് ഒരു പെട്ടിക്കകത്താക്കി അത് ഞെക്കി പിഴിഞ്ഞ് അതിനെ സിബിട്ടു. ശരിക്കും പറഞ്ഞാൽ 6 പെട്ടിയിൽ കൊള്ളാവുന്ന ഡ്രസ്സാണ് ഒരു പെട്ടിക്കകത്ത് ഞെക്കിപ്പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സാധാരണ ഒരു ന്യൂക്ലിയസ്, സ്പേമിൻ്റെ ന്യൂക്ലിയസ് പറഞ്ഞാൽ 6 times ആണ് അതിൻ്റെ കോമ്പാക്ട്നെസ്. 6 സൊമാറ്റിക് സെൽസിൻ്റെ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സെൽസിൽ കൊള്ളാവുന്ന ക്രൊമാറ്റിനെ ഒന്നിനകത്തായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹ്യൂമൻ ബോഡിയിൽ മോസ്റ്റ് കോമ്പാക്റ്റ് DNA കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്പേം ന്യൂക്ലിയസിൽ തന്നെയാണ്. വളരെ കോമ്പാക്റ്റ് ആണ്, ഒതുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കോമ്പാക്റ്റ് സൈസ് ചെറുതാക്കാൻ വേണ്ടി. അതുകൊണ്ട് സ്പെർമറ്റോസോം, വിച്ച് മമേലിയൻ സെൽ ഹാസ് ദ മോസ്റ്റ് കോമ്പാക്ട്ലി പാക്ഡ് DNA? സ്പെർമറ്റോസോവനാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ലൂസായിട്ടാണ് ക്രൊമാറ്റിൻ അല്ലെങ്കിൽ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കോമ്പാക്റ്റ് ആയിട്ട് ഒതുക്കി വെച്ചിരിക്കുക. മോറുല ഈസ് എ ഡെവലപ്മെന്റ് സ്റ്റേജ്. അറിയാമല്ലോ, സൈഗോട്ടാണ് ആദ്യം ഉണ്ടാകുന്നത്. സൈഗോട്ട് ക്ലീവേജ് കഴിയുമ്പോൾ മോറുലയായി, മോറുല പിന്നീട് ബ്ലാസ്റ്റോസിസ്റ്റായി. ഇത് നടക്കുന്നത് ഇസ്തുമസിൽ വെച്ചാണ്. ഇത് നടക്കുന്നത് യൂട്ടറൈൻ ക്യാവിറ്റിയിൽ വെച്ചാണ്. Zygote becomes a morula in the isthmus. Morula transforms into a blastocyst in the uterine cavity. അപ്പോൾ രണ്ടിനും ഇടയ്ക്ക് ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. In human beings, at the end of 12 weeks during the first trimester of pregnancy, 12 ആഴ്ച കഴിയുമ്പോൾ, പ്രഗ്നൻസി എത്രയാണ്? 40 weeks ആണ്, 40 ആഴ്ച. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 12 weeks അവസാനിക്കുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇടുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ പൂർത്തിയായി കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഓർഗൻ സിസ്റ്റംസ് ആർ ഫോം. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപമൊക്കെ വന്നു. Therefore, most of the major organs are formed. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ അതിനെ എംബ്രിയോ എന്ന് വിളിക്കുമെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫീറ്റസ് എന്നാണ് വിളിക്കുന്നത്. So, an embryo that have successfully completed the first trimester is called a fetus. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ വളരെ ക്രൂഷ്യസ് ആണ്. കാരണം ഈ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കുന്ന ഏജൻസ് ഉണ്ട്, ടെറാട്ടോജൻസ് എന്ന് പറയും. ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കുന്ന പല ഏജൻസ് ഉണ്ട്. ദ എംബ്രിയോ ഈസ് സസെപ്റ്റബിൾ ടു ടെറാട്ടോജൻസ്, ബട്ട് ദ ഫീറ്റസ് ഈസ് മോർ റെസിസ്റ്റൻറ്റ് ടു ടെറാട്ടോജൻ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ് കിട്ടിയാൽ ഫീറ്റസിന് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കൂടുതലാണ് എംബ്രിയോയെ അപേക്ഷിച്ച്.
ഇത് ഐലിഡ്സ് ഇതൊക്കെ ഇത് 24ലാണ്. ഹെഡ് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ഹെഡ് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ഇതൊക്കെ എപ്പോഴാണ്? ഇതൊക്കെ 24 വീക്സ് കഴിയുമ്പോഴാണ്. അല്ല, 5th. ഇത് 5th മന്തിലാണ്. ഇത് 5th മന്ത്. മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് 5th മന്താണ്. 5th മന്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ 12 വീക്സ് കഴിയുമ്പോൾ ഇതാണ്. The fetal ejection reflex in humans triggers release of. എന്താണ് fetal ejection reflex? ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് പൂർത്തിയായി, ഫീറ്റസ് ഈസ് ഫുള്ളി ഫോം. ഇനി എന്ത് ചെയ്യുന്നു? ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ സ്റ്റിമുലേറ്റ്സ് ഓർ ട്രിഗേഴ്സ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻ. ആ മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസിൻ്റെ പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. സോ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് is a mild uterine contraction triggered by fully developed fetus and placenta. പക്ഷേ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് നടക്കുമ്പോൾ ഇതിൻ്റെ സെൻസറി സിഗ്നൽസ് ആർക്ക് കിട്ടുന്നു? മറ്റേർണൽ ബ്രെയിനിന് കിട്ടുന്നു. അപ്പോൾ മറ്റേർണൽ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഈ ഓക്സിറ്റോസിൻ കോസസ് വിഗറസ് യൂട്രൈൻ കൺട്രാക്ഷൻ. അപ്പോൾ ഫുള്ളി ഫോംഡ് fetus plus placenta triggers fetal ejection reflex. Fetal ejection reflex maternal pituitary കൊണ്ട് oxytocin release ചെയ്യും. Oxytocin causes vigorous uterine contractions. അപ്പോൾ ദ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഇൻ ഹ്യൂമൻ ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം മറ്റേർണൽ പിറ്റ്യൂട്ടറി ആണ്. ഫീറ്റസ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ സിന്തസൈസ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ് ആൻഡ് റിലീസ്ഡ് ബൈ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓഫ് ദി മദർ. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ എപ്പോഴൊക്കെയാണ്? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഇത് ഫോളിക്കുലർ ഫേസിൽ എപ്പോഴൊക്കെയാണ് കൂടുന്നത്? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ കൂടിയിരിക്കുന്ന എപ്പോഴൊക്കെയാണ്? ഈസ്ട്രോജൻ്റെ അളവ് കൂടുതലും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞായിരിക്കും. ഏതാണ്? ഫോളിക്കുലർ ഫേസ്. ഫോളിക്കുലർ ഫേസിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ കൂടുതലാണ്. ഡ്യൂറിങ് മെൻസ്ട്രുവൽ ഫേസ് അത് കൂടുതലാണ്. ഡ്യൂറിങ് പാർച്ചുറിഷൻ കൂടുതലാണ്. എന്നാൽ എപ്പോഴൊക്കെ അത് കുറവ് എപ്പോഴാ? ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ കുറവാണ്. ഡ്യൂറിങ് ജെസ്റ്റേഷൻ അത് കുറവാണ്. സോ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നു, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നു. എപ്പോഴാണ്? ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ കൂടുന്നു, ജെസ്റ്റേഷൻ പീരീഡിലും പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ ഈസ്ട്രോജൻ കുറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഇൻക്രീസസ്. ഇത് ഡിക്രീസ് ആണ്. ഇതൊരിക്കൽ നീറ്റിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ remains the same throughout the luteal phase, increases during the follicular phase. ഇതല്ലേ കറക്റ്റ്? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ increases during the follicular phase. ലൂട്ടിയൽ ഫേസ് ത്രൂ ഔട്ട് അല്ല, യൂട്രിയൽ ഫേസ് അവസാനിക്കാറാകുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുന്നു, ഈസ്ട്രോജൻ്റെ അളവ് പതുക്കെ കൂടുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ലൂട്ടിയൽ ഫേസ് നിങ്ങൾ ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കാണാം. ആദ്യം പ്രൊജസ്ട്രോൺ കൂടുന്നു, കുറേ കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ കുറയുന്നു ലൂട്ടിയൽ ഫേസ്. ഇതെല്ലാം തെറ്റാണ്. ഇൻക്രീസസ് ഷോർട്ട്ലി ആഫ്റ്റർ ഓവുലേഷൻ. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഡിക്രീസസ് കാണും. ഇൻക്രീസസ് ഇഫ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്താൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഇൻക്രീസ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോൺ കുറയുന്നു, ഈസ്ട്രോജൻ കൂടുന്നു. അല്ലേ? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോൺ കുറയുന്നു,
ഈസ്ട്രോജൻ കൂടുന്നു. ഈസ്ട്രോജൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ EP റേഷ്യോ കൂടുക എന്നർത്ഥം. അപ്പോൾ അത് ഡിക്രീസ് അല്ല, ഇൻക്രീസ് എന്നാണ്. Which of the following statements is incorrect? GnRH stimulates antirepetive to release FSH and LH. FSH എന്നും LH എന്ന് പറഞ്ഞ ഗൊണാഡോട്രോപ്പിൻസ് ആൻറ്റിരപ്പീറ്റീവ് റിലീസ് ചെയ്യണമെങ്കിൽ ഹൈപ്പോതലാമസ് GnRHന്റെ സെക്രീഷൻ വേണം. കറക്റ്റാണത്, ട്രൂ. LH stimulates the Leydig cells to secrete androgen. ശരിയാണല്ലോ, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. FSH acts on the Surtees cells and stimulates spermiogenesis. അതും കറക്റ്റാണല്ലോ. HCG and HPL are produced by placenta only. ഓവറി ഇല്ല, പ്ലാസെൻറ്റ ഓൺലി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. HCG and HPL are produced by placenta only. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പ്ലാസെൻറ്റ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? HCGയും HPLും. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനും ഹ്യൂമൻ പ്ലാസെൻറ്റ ലാക്ടോജനും പ്ലാസെൻറ്റ മാത്രമേ പ്രഗ്നൻസി പീരീഡിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. The thin tough membrane that protects the developing child is, അറിയാം ഏതാണ്? ആംനിയോൺ. ഒരു എംബ്രിയോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എംബ്രിയോ, ഇതാണ് എംബ്രിയോ. എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്തെന്നുണ്ട് ഒരു ആംനിയോൺ. കണ്ടോ, ഇതാണ് ആംനിയോൺ. ഇനി എന്തുണ്ട്? ഒരു യോക്ക് സാക്ക് ഉണ്ട്. ഇനിയോ ഒരു അലൻറ്റോയി ഉണ്ട്. പിന്നീടോ ഇതിനെല്ലാം കവർ ചെയ്തൊരു കോറിയോൺ. എംബ്രിയോയ്ക്ക് വെളിയിൽ കാണുന്ന മെംബ്രെയിൻസ് ആണ് ഈ വരച്ചിരിക്കുന്നതൊക്കെ. ഈ കാണുന്നത് കോറിയോൺ, ഈ കാണുന്നത് അലൻറ്റോയി, ഈ കാണുന്നത് യോക്ക് സാക്ക്, ഈ കാണുന്നത് ആംനിയോൺ. അപ്പോൾ എംബ്രിയോയ്ക്ക് വെളിയിൽ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉണ്ട്. ആംനിയോൺ, യോക്ക് സാക്ക്, അലൻറ്റോയി, കോറിയോൺ. ഇത് ആർക്കൊക്കെ ഉണ്ട്? റെപ്റ്റൈൽസിനുണ്ട്, ബേർഡ്സിനുണ്ട്, മാമൽസിനുണ്ട്. റെപ്റ്റൈൽസിനും ബേർഡ്സിനും മാമൽസിനും ഈ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസും ഉണ്ട്. അപ്പോൾ എംബ്രിയോയെ തൊട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആംനിയോൺ ആണ്. കണ്ടോ, ആംനിയോൺ ആണ് എംബ്രിയോയുടെ കവറിങ്. എംബ്രിയോ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ആംനിയോൺ. ഈ ആംനിയോണിന് ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരെന്താണ്? ഈ ആംനിയോട്ടിക് ക്യാവിറ്റി. ഇതാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഇതാണ് ആംനിയോട്ടിക് ക്യാവിറ്റി വിത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദി ആംനിയോട്ടിക് ക്യാവിറ്റി. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മെറ്റർണൽ പ്ലാസ്മയിൽ നിന്നാണ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഫ്രം ദ മെറ്റർണൽ പ്ലാസ്മ. ആംനിയോട്ടിക് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് വാണ്ടറിങ് ഫീറ്റൽ സെൽസ്. മാത്രമല്ല തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് ഫീറ്റൽ യൂറിൻ ഓൾസോ. ആംനിയോട്ടിക് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് ഫീറ്റൽ യൂറിൻ ഫ്രം ദി തേർഡ് ട്രൈമസ്റ്റർ ഓൺവേർഡ്സ്. 4 statements with reference to seminiferous tubules are given. Answer as directed. 4 statements. Seminiferous tubules, they are highly coiled tubules in which sperms are produced. The true ആണ്. sperms produce ചെയ്യുന്നത് seminiferous tubulesൽ നിന്നാണ്. Each tubule is lined on its inside by spermatogonium and Leydig cells. തെറ്റ്. Sertoli cells എന്ന് വേണം. അപ്പോൾ ഇത് false ആണ്. False. Sertoli cells. The interstitial spaces outside the tubule contains small blood vessels and Leydig cells. ഇതും തെറ്റാണ്. Small blood vessels and Leydig cells എന്ന് വേണം. Each testicular lobule contains 1 to 3 seminiferous tubules. അത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ എയും ഡിയുമാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ബാക്കി രണ്ടും ഇൻകറക്റ്റ് ആണ്. How many ova and sperms will be found from 50 secondaries to? സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് ഒരു ഓവവും പിന്നെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ 50 സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് 50 ഓവമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ 50 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ നിന്നോ 100 സ്പെർംസ്. കാരണം ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 2 സ്പെർമാറ്റിഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 50 ഓവ ആൻഡ് 100 സ്പെർംസ്. 50 ഓവ ആൻഡ് 100 സ്പെർംസ്.
എക്സ്പാൻഡഡ് പ്രോക്സിമൽ പാർട്ട് ഓഫ് ദ ഫാലോപ്പിൻ പറയാം. ഫാലോപ്പിൻ്റെ പ്രോക്സിമൽ പാർട്ട് എന്നാണ്? ഫിംബ്രിയേറ്റഡ് ഫണൽ അല്ലേ? ഫിംബ്രിയേറ്റഡ് ഫണൽ. ഇതിൻ്റെ പേരാണ് ഇൻഫെൻഡിബുലം. ആ ഫണലിൻ്റെ പേരാണ് ഇൻഫെൻഡിബുലം. അതിൻ്റെ എഡ്ജിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രോസസ്സിനെ ഫിംബ്രിയ എന്ന് വിളിക്കും. അപ്പോൾ ഫിംബ്രിയേറ്റഡ് ഫണലാണ്. മിഡിൽ പോർഷനാണ് ആംബ്യുള. യൂട്രസിനോട് ചേർന്നിരിക്കുന്ന നാരോ പോർഷൻ്റെ പേരാണ് ഇസ്തുമസ്. അപ്പോൾ ഇൻഫെൻഡിബുലം ഓർ ഫിംബ്രിയേറ്റഡ് ഫണൽ, നടുക്ക് ആംബ്യുള, പിന്നീട് ഇസ്തുമസ്. ഇസ്തുമസ് ലീഡ്സ് ഇൻ ടു യൂട്രൈൻ ക്യാവിറ്റി. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ സിഗ്നൽസ് ദ കോർപ്പസ് ലൂട്ടിയം ടു കണ്ടിന്യൂ പ്രൊജസ്ട്രോൺ സെക്രീഷൻ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ. നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ അല്ലേ? അപ്പോൾ ഓവുലേഷൻ നടക്കുമ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഇനി ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് ജസ്റ്റേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ ഈസ് ഫോളോഡ് ബൈ ജസ്റ്റേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. കോർപ്പസ് ലൂട്ടിയത്തെ കൊണ്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യിക്കുന്ന ആരുടെ ജോലിയാണ്? LHന്റെ ജോലിയാണ്. എന്നാൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏതാണ്? HCG ആണ്. അപ്പോഴവരെ 12 വീക്സ്. 12 വീക്സ് കഴിഞ്ഞാൽ പിന്നെ കോർപ്പസ് ലൂട്ടിയമില്ല, പ്ലാസന്റ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രം. ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിലും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരാഴ്ച വരെ കോർപ്പസ് ലൂട്ടിയത്തെ കൊണ്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യിക്കുന്നത് LHും, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയത്തെ കൊണ്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യിക്കുന്ന HCGയുമാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു, പിന്നെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസന്റയാണ്. അപ്പോൾ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG സിഗ്നൽസ് ദ കോർപ്പസ് ലൂട്ടിയം ടു കണ്ടിന്യൂ പ്രൊജസ്ട്രോൺ സെക്രീഷൻ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ. അത് ട്രൂ ആണ്, ഇത് കറക്റ്റാണിത്. കോർപ്പസ് ലൂട്ടിയം കണ്ടിന്യൂ സെക്രീറ്റിംഗ് പ്രൊജസ്ട്രോൺ ടിൽ ദി എൻഡ് ഓഫ് ജസ്റ്റേഷൻ. ഇല്ല, ടിൽ ദി എൻഡ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഇപ്പോൾ ഇവിടെ അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. Assertion is true. Reason false. Corpus luteum continues secreting progesterone till the end of gestation. അല്ല, till the end of first trimester എന്ന് പറയാം. Match the following. അറിയാമല്ലോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? Oxytocin causes uterine contractions. Prolactin milk production. അറിയാം. Luteinizing hormone stimulates ovulation. LH. പ്രൊജസ്റ്ററോൺ മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി. സിമ്പിൾ, ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 3, 4, 1, 2 ആണ്. ഇറ്റ്സ് വെരി ഈസി ടു ആൻസർ. പഠിഞ്ഞ കാര്യങ്ങളാണ്. റിസപ്റ്റേഴ്സ് ഓഫ് സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ് ആർ പ്രസന്റ് ഇൻ. ഒരു സ്പേമിൻ്റെ ഹെഡ് കൊറോണ റേഡിയേറ്റ് മിനിറ്റ് അവസാനം ആദ്യം എവിടെ വന്നതല്ലേ? സോണ പെലൂസിഡ. അപ്പോൾ സോണ പെലൂസിഡയിലാണ്. ഇതാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡയിൽ സ്പേം ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോണ പെലൂസിഡയിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അക്രോസോം റിയാക്ഷൻസ് നടക്കും. അക്രോസോം റിയാക്ഷൻ നടക്കുമ്പോൾ അക്രോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് സോണ പെലൂസിഡ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. Therefore, receptors of sperm binding mammals are present in zona pellucida. എന്നാൽ ആദ്യത്തെ സ്പേം സോണ പെലൂസിഡ ക്രോസ് ചെയ്ത് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ പിന്നീടുള്ള റിസപ്റ്റേഴ്സിനെ കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് പോളിസ്പെർമി നടക്കാത്തത്? പോളിസ്പെർമി ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ബിക്കോസ് ആഫ്റ്റർ ദി എൻട്രി ഓഫ് ദ ഫസ്റ്റ് സ്പേം ഓൾ റിസപ്റ്റേഴ്സ് ഓഫ് സോണ പെലൂസിഡ ആർ ബ്ലോക്ക്ഡ്. അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ റിയാക്ഷൻ. കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സോണ പെലൂസിഡയിലെ സ്പേം ബൈൻഡിങ് റിസപ്റ്റേഴ്സ് മൊത്തം അങ്ങ് ബ്ലോക്കായി പോകുന്നു. അതുകൊണ്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സോണ പെലൂസിഡ അണ്ടർഗോസ് സർട്ടൺ ചേഞ്ചസ് ടു പ്രിവെൻറ്റ് പോളിസ്പെർമി. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് സോണ പെലൂസിഡയിലുള്ള റിസപ്റ്റേഴ്സിനെ മൊത്തം അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. ഡ്യൂറിങ് സ്പെർമിയോജെനിസിസ്, spermatids remain associated with.
ഈ സ്പെർമിയോജനിസ് നടക്കുമ്പോൾ സ്പെർമാറ്റിഡ് എവിടെയാണ്? സ്പെർമാറ്റിഡ് ഇതാണ് സെർട്ടോളി സെൽ. ഈ കാണുന്ന സെല്ലിന്റെ പേരാണ് സെർട്ടോളി സെൽ. അതൊരു പിരമിഡൽ സെല്ലാണ് സെർട്ടോളി സെൽ. ഈ സെർട്ടോളി സെല്ലിനകത്താണ് സ്പെർമിയോജനിസ് ഒക്കെ നടക്കുന്നത്. സ്പെർമിയോജനിസ് നടക്കുമ്പോൾ ഇതാണ് സ്പേം. സ്പേം അതിന്റെ ടെയില് മാത്രം വെളിയിലിട്ട് ഹെഡ് സെർട്ടോളി സെൽസിൽ ഇമ്മേഴ്സ്ഡ് ആണ്. Therefore, during spermiogenesis, the spermatids remain associated with the Sertoli cells. Sertoli cells are. The sperm head is immersed in the Sertoli cells. ഇനി എന്ത് ചെയ്യണം? Sertoli cells ആണ് spermsനെ റിലീസ് ചെയ്യുന്നത്. Spermiation is due to the activity of Sertoli cells. Sertoli cells സ്പേമിനെ ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൂമിനിലേക്ക് റിലീസ് ചെയ്യണം. ദ റിലീസ് ഓഫ് സ്പേംസ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ ടു ദ ലൂമൻ, അതിൻ്റെ പേരാണ് സ്പെർമിയേഷൻ. ആ സ്പെർമിയേഷൻ നടക്കാൻ സഹായിക്കുന്നതും സെർട്ടോളി സെൽസ് തന്നെയാണ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ oocyte ഈസ് കംപ്ലീറ്റഡ്. പറഞ്ഞാലും നമ്മൾ അതിലാണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയായിട്ടില്ല. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് സ്പേം എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്ന സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാവും. സോ വാട്ട് ഗിവ്സ് ദ സ്റ്റിമുലസ് ടു കംപ്ലീറ്റ് ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ ഫീമെയിൽ ഗ്യാമേറ്റ്? സ്പേം എൻട്രി. ആഫ്റ്റർ സ്പേം എൻ്റർ ഇൻ ടു എക്സൈറ്റോപ്ലാസം. സ്പേം എൻട്രി, സ്പേമിൻ്റെ ന്യൂക്ലിയസ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്, ഫ്യൂസിന് ശേഷമല്ല. സ്പേമിൻ്റെ ന്യൂക്ലിയസ് എക്സൈറ്റോപ്ലാസത്തിൽ പ്രവേശിച്ചാൽ ആദ്യം നടക്കുന്നത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഈസ് കംപ്ലീറ്റഡ്. സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുമ്പോൾ ഒരു ഹാപ്ലോയിഡ് ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഹാപ്ലോയിഡ് ഫീമെയിൽ പ്രോ ന്യൂക്ലിയസും മെയിൽ ഹാപ്ലോയിഡ് പ്രോ ന്യൂക്ലിയസ് നമ്മൾ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്പേം ഹെഡ് എക്സൈറ്റോപ്ലാസത്തിൽ എൻ്റർ ചെയ്താൽ ഉടനെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആവും. Given below are 4 statements regarding embryonic development. Cleavage divisions bring about considerable increase in the mass of protoplasm. ഇല്ല. ക്ലീവേജ് നടക്കുമ്പോൾ സൈഗോട്ടിൻ്റെ വലിപ്പവും മോറുലയുടെ വലിപ്പവും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസമില്ല. കാരണം എന്താണ്? ക്ലീവേജിൻ്റെ സമയത്ത് സൈറ്റോപ്ലാസത്തിൻ്റെ അളവ് കൂടുന്നില്ല. സൈഗോട്ടിൽ ഉണ്ടായിരുന്ന സൈറ്റോപ്ലാസത്തിനെ ബ്ലാസ്റ്റോമിയേഴ്സിലായിട്ട് അങ്ങനെ വീതിച്ച് നൽകുകയാണ്. Therefore, as cleavage continues, the cell number increases, but the cell size progressively decreases. ഇപ്പോൾ മോറുലയും ബ്ലാസ്റ്റുലയും അല്ലെങ്കിൽ സൈഗോട്ടും തമ്മിൽ സൈറ്റോപ്ലാസത്തിൻ്റെ അളവിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ DNA കണ്ടന്റ് കൂടുതലാണ്. കാരണം 46 ക്രോമസോമല്ലേ സൈഗോട്ടിനുള്ളൂ. 16 സെല്ലുള്ള ഒരു മോറുലയ്ക്ക് 16 × 46 വേണ്ടേ. അങ്ങനെ വരുമ്പോൾ DNA കണ്ടന്റ് ഓഫ് ദ മോറുല ഈസ് ഗ്രേറ്റർ ദാൻ ദ DNA കണ്ടന്റ് ഓഫ് ദി zygote. But the cytoplasmic content of the morula is equal to the cytoplasmic content of the zygote. അതുകൊണ്ട് ക്ലീവേജ് ഡിവിഷൻസ് ബ്രിങ് അബൌട്ട് കൺസിഡറബിൾ ഇൻക്രീസ്. തെറ്റാണ്, ഇത് തെറ്റാണ്. വിത്ത് മോർ ക്ലീവേജ് ഡിവിഷൻസ് ദ റിസൾട്ടന്റ് ബ്ലാസ്റ്റോമിയേഴ്സ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. ഓരോ ഡിവിഷൻ കഴിയുന്തോറും ബ്ലാസ്റ്റോമിയേഴ്സിന്റെ സൈസ് ചെറുതായി വരും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ആർ അറേഞ്ച്ഡ് ഇൻ 2 layers, ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് എൻഡോമെട്രിയം അല്ല, ഇന്നർ സെൽ മാസ്. ഇത് തെറ്റല്ലേ? ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ് എന്ന് വേണം. എൻഡോമെട്രിയം അല്ല, ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും. അപ്പോൾ ഇത് തെറ്റ്. ക്ലീവേജ് ഡിവിഷൻ റിസൾട്ട്സിനെ സോളിഡ് ബോൾസ് റിസൾട്ട്സ് കോൾഡ് മോറുല. അത് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ഏതൊക്കെയാണ്? 2 and 4 ആണ്. ഇത് രണ്ടും കറക്റ്റാണ്. Below is given the unorganized list of some important events in the human menstrual cycle. Identify the correct sequence. ആദ്യം എന്താണ്? സെക്രീഷൻ ഓഫ് FSH. ഇത് ആദ്യം നടക്കണം. ആന്റീരിയർ പിറ്റ്യൂട്ടറി FSH സെക്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫോളിക്കിൾസ് ഗ്രോ ചെയ്യുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾസ് ആൻഡ് oogenesis.
അപ്പോൾ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് മാക്സിമം ആയിക്കഴിയുമ്പോൾ എന്തുണ്ടാവണം? എല്ലർ സർജ് ഉണ്ടാകണം. എല്ലർ സർജിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകണം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് അതിൻ്റെ സീക്വൻസ്? 1, അത് കഴിഞ്ഞാൽ 3, 1, 3, 4, 5, 4, 2. ഇതാണ് അതിൻ്റെ സീക്വൻസ്. ആ മെൻസ്ട്രുവൽ സൈക്കിളിലെ ആ സീക്വൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ടറിയാം, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. ഇഫ് mammalian ovum fails to get fertilized, which one of the following is unlikely? mammalian ovum ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്തത് ഏതാണോ നോക്കുന്നത്. ഈസ്ട്രോജൻ സെക്രീഷൻ ഫർദർ ഡിക്രീസസ്. മമേലിയൻ ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈസ്ട്രോജൻ്റെ അളവ് കൂടും. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇത് നടക്കാൻ സാധ്യതയില്ല. ഈസ്ട്രോജൻ സെക്രീഷൻ ഫർദർ ഇൻക്രീസസ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഈസ്ട്രോജൻ സെക്രീഷൻ കൂടും. നിങ്ങൾ ആ ഡയഗ്രാം നോക്കിയാൽ മതി ടെക്സ്റ്റിൽ. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഈസ്ട്രോജൻ സെക്രീഷൻ അല്പം കുറഞ്ഞ് പ്രൊജസ്ട്രോൺ സെക്രീഷൻ കൂടും. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോൺ സെക്രീഷൻ കുറയുമ്പോൾ ഈസ്ട്രോജൻ സെക്രീഷൻ കൂടും. പ്രൊജസ്ട്രോൺ സെക്രീഷൻ റാപ്പിഡ്ലി ഡിക്രീസസ് അല്ലേ? ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോൺ സെക്രീഷൻ ഡിക്രീസ് ചെയ്യും, കോർപ്പസ് ലൂട്ടിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, പുതിയൊരു ഫോളിക്കിൾ ഉണ്ടാവും. അപ്പോൾ ആൻസർ 1 ആണ്. 1 നടക്കാൻ സാധ്യതയില്ല. നടക്കാൻ സാധ്യതയുള്ള എന്താണ്? ഈസ്ട്രോജൻ സെക്രീഷൻ ഫർദർ ഇൻക്രീസസേ നടക്കത്തുള്ളൂ, ഡിക്രീസസ് അൺലൈക്ലിയാണ്. Which of the following statements is incorrect about menstruation? Final cessation of menstruation is called menopause. ഇത് കറക്റ്റാണ്. പെർമനന്റ് സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രുവേഷനെ മെനോപോസ് എന്ന് പറയും അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 50. മുമ്പോട്ടോ പുറകോട്ടോ പോവാം. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ബിഗിൻസ് ഇൻ പ്യൂബർട്ടി ആൻഡ് ഈസ് കോൾഡ് മെനാർക്. കറക്റ്റാണത്. മെൻസ്ട്രുവേഷൻ ഓൺലി ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. അതും കറക്റ്റാണ്. മെൻസ്ട്രുവേഷൻ നടന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല. മെൻസ്ട്രുവേഷൻ സംടൈംസ് ഒക്കർ ഡ്യൂറിങ് നോർമൽ പ്രഗ്നൻസി. ഒരിക്കലും ഇല്ല. മെൻസ്ട്രുവൽ സൈക്കിൾസും മെൻസ്ട്രുവേഷനും പ്രഗ്നൻസി പീരീഡ് നടക്കുന്നില്ല. എന്തുകൊണ്ട്? ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ സപ്രസസ് LSR. FSHൻ്റെ LHൻ്റെയും പ്രൊഡക്ഷൻ, ഗൊണാഡോട്രോപ്പിൻ പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുന്ന ഏത്? ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. So high level of circulating progesterone and estrogen in the pregnancy period suppresses or inhibits the release of FSH and LH. അപ്പോൾ ഒരു പുതിയ ഫോളിക്കിൾ ഉണ്ടാകുന്നുമില്ല, ഓവുലേഷൻ നടക്കുന്നില്ല, മെൻസ്ട്രുവേഷൻ നടക്കുന്നില്ല. അപ്പോൾ മെൻസ്ട്രുവേഷൻ സംടൈംസ് ഒക്കർ. തെറ്റ്. മെൻസ്ട്രുവേഷൻ നെവർ ഒക്കേഴ്സ് എന്ന് വേണം. മെൻസ്ട്രുവേഷൻ നെവർ ഒക്കേഴ്സ്. പ്രഗ്നൻസി പീരീഡിൽ മെൻസ്ട്രുവേഷൻ നടന്നാൽ അതിനെ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് അബോർഷൻ. അബോർഷനായി നടത്താം. ചൂസ് ദ ഇൻകറക്റ്റ് മാച്ചിങ് ഓഫ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഇൻ ഹ്യൂമൻ ഫീറ്റസ്. പഠിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ബൈ ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത്. കറക്റ്റാണ്. അപ്പിയറൻസ് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അത് കറക്റ്റാണ്. ഫസ്റ്റ് മൂവ്മെന്റ്സ് ഓഫ് ദ ഫിസ്. അത് കറക്റ്റാണ്. ഫോർമേഷൻ ഓഫ് ഫൈൻ ബോഡി ഹെയർ ബൈ ദി എൻഡ് ഓഫ് 9 months അല്ല, ബൈ ദി എൻഡ് ഓഫ് 6 ആണ്. ഫോർമേഷൻ ഓഫ് ഫൈൻ ബോഡി ഹെയർ സെക്കൻഡ് ട്രൈമസ്റ്റർ പൂർത്തിയായി കഴിയുമ്പോൾ, 6 മാസം പൂർത്തിയായി കഴിയുമ്പോൾ ഫീറ്റസിൻ്റെ ദേഹത്ത് ഒരു സോഫ്റ്റ് ഹെയർ ഉണ്ടാവും. ആ സോഫ്റ്റ് ഫീറ്റൽ ഹെയറിനെ എന്ത് വിളിക്കും നമ്മൾ? ഫീറ്റൽ ഹെയറിനെ വിളിക്കുന്ന പേരെന്താണ്? ഫീറ്റൽ ബോഡി ഹെയർ. ഫീറ്റൽ ബോഡി ഹെയറിനെ വിളിക്കുന്ന പേരാണ് ലാനുഗോ. ബർത്തിന് മുമ്പായിട്ട് തേർഡ് ട്രൈമസ്റ്റർ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ലാനുഗോ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. ഇഫ് എ ബേബി ഈസ് ബോൺ വിത്ത് ലാനുഗോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അതൊരു പ്രിമച്വർ ബേബിയാണ്. അപ്പോൾ പ്രിമച്വർ ബേബീസിൻ്റെ ബോഡിയിൽ ലാനുഗോ കാണാം. അസർഷൻ ഫോളോയിങ് മെനോപോസ് ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ FSH. മെനോപോസ് കഴിഞ്ഞാൽ പെട്ടെന്ന് FSH ലെവൽ കൂടും. എന്താ കാര്യം?
ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി FSH പ്രൊഡ്യൂസ് ചെയ്താൽ FSH സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾസ്. ആ ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രോജൻ്റെ അളവ് ഒരു നോർമൽ റേറ്റ് ആകുമ്പോൾ ഈസ്ട്രോജൻ തന്നെ പോയി FSHൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി FSH സെക്രീറ്റ് ചെയ്യുന്നു, FSH ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഓവറി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഈസ്ട്രോജൻ നോർമൽ ആയി കഴിഞ്ഞാൽ ഈസ്ട്രോജൻ തന്നെ പോയി ഇതിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യണം. ഇതിൻ്റെ പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്നാൽ മെനപ്പോസ് കഴിഞ്ഞാലോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന FSHനോട് ഓവറി പ്രതികരിക്കുന്നില്ല. കാരണം ഓവറിയിൽ ഫോളിക്കിൾസ് ഇല്ല, എല്ലാം ഡീജനറേറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ആഫ്റ്റർ മെനോപോസ് ഈവൻ ദോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് FSH, ഓവറി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഓവറി എന്ത് ചെയ്യുന്നു? ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ തീരെ കുറവായിരിക്കും. ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ തീരെ കുറവാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമോ? അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും FSH, നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. Therefore, following menopause, there is a sudden increase in FSH level. True ആണിത്. This is true. എന്തുകൊണ്ട്? This is due to loss of feedback inhibition from estrogen. അതും ട്രൂ ആണ്. അപ്പോൾ ഓവറി നിന്ന് ഈസ്ട്രോജൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് TSH ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് TSH ലെവൽ കൂടുതലായിരിക്കും, T3യും T4യും കുറവായിരിക്കും. എന്ന് പറയുന്നത് പോലെ മെനോപോസ് വന്ന സ്ത്രീകളിൽ ഈസ്ട്രോജൻ ലെവൽ കുറയും, FSH ലെവൽ കൂടുകയും ചെയ്യും. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കോർപ്പസ് ലൂട്ടിയം ഡസ് നോട്ട് പെർസിസ്റ്റ് ത്രൂ ഔട്ട് പ്രഗ്നൻസി. പറഞ്ഞില്ലേ, കോർപ്പസ് ലൂട്ടിയം പെർസിസ്റ്റ് ഓൺലി അപ് ടു എൻഡ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ്. കൊളോസ്ട്രം കണ്ടെയ്ൻസ് ആന്റിബോഡീസ് ആൻഡ് ന്യൂട്രിയൻസ്. കറക്റ്റ് ആണ്. ഫസ്റ്റ് മിൽക്ക് സെക്രീറ്റഡ് ബൈ ദ മദർ. പോളിസ്പെർം ഇൻ മാമൽസ് ഈസ് പ്രിവെന്റഡ് ബൈ അക്രോസോം അല്ല. പോളിസ്പെർം ഇൻ മാമൽസ് ഈസ് പ്രിവെന്റഡ് ബൈ കോർട്ടിക്കൽ റിയാക്ഷൻ. അക്രോസോമിന്റെ ജോലി എന്താണ്? എക്സ്റ്റേണൽ എഗ് മെംബ്രെയിൻസ് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. പോളിസ്പെർമിയുമായിട്ട് അക്രോസോമിന് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇൻ ദ ഹ്യൂമൻ ഫീമെയിൽ ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് ഓൾമോസ്റ്റ് 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്ന 7ാം ദിവസം ഇംപ്ലാന്റേഷൻ നടക്കണം. അപ്പോൾ ഇവിടെ 3 ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് 3. മാച്ച് ദ ഫോളോയിങ്. സ്പേമിനെ കുറിച്ച് എളുപ്പമാണ്. സ്പേം ഹെഡ് കണ്ടെയ്ൻസ് ന്യൂക്ലിയസ് ആൻഡ് അക്രോസം. കറക്റ്റ് ആണ്. മിഡിൽ പീസ് കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ. നെക്ക് കണ്ടെയ്ൻസ് സെൻട്രിയോൾസ്. ടെയിൽ കണ്ടെയ്ൻസ് ആക്സിയൽ ഫിലമെന്റ്. ഈ സ്പേമിന്റെ മൈറ്റോകോൺട്രിയക്ക് ഒരു പേരുണ്ടെന്നറിയാം. മമേലിയൻ സ്പേമിന്റെ മൈറ്റോകോൺട്രിയ വിളിക്കുന്ന പേരാണ് നെബൺകേൺ. The mitochondrial sheath present in the middle piece of human sperm is also called Nebenkearn. അപ്പോൾ ഇതിലെ 2, 4, 1, 3 ആണ്. Which of the following hormone level will cause release of ovum from the Graafian follicle? ഏതാണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ആണോ? അല്ല. ഓവുലേഷൻ്റെ സമയത്ത് പ്രൊജസ്ട്രോൺ ഇല്ല. ഓവുലേഷൻ കഴിഞ്ഞാലേ പ്രൊജസ്ട്രോൺ ഉണ്ടാവുള്ളൂ. ലോ കോൺസെൻട്രേഷൻ ഓഫ് LH അല്ല. LHൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കണം. ലോ കോൺസെൻട്രേഷൻ ഓഫ് FSH ഇല്ല. പിന്നെയോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ. എന്തുകൊണ്ടാണ് ഇത്? അതായത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് follicular phase. Towards the end of follicular phase, estrogen level reach high.
ഫോളിക്കുലർ ഫേസ് അവസാനിക്കുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് ബ്ലഡിൽ അതിൻ്റെ മാക്സിമത്തിൽ. ഹൈ ഈസ്ട്രോജൻ കോസസ് ഹൈ GnRH പൾസ് ഫ്രീക്വൻസി. ഹൈ ഈസ്ട്രോജൻ ലെവല് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉയർന്ന അളവിൽ GnRH സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഉയർന്ന അളവിൽ GnRH ഉണ്ടെങ്കിൽ ദാറ്റ് കോസസ് LH സർജ്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ LH റിലീസ് ചെയ്ത് LH സർജിൽ എത്തണമെങ്കിൽ ഈസ്ട്രോജൻ ലെവൽ കൂടിയിരിക്കണം. ഈസ്ട്രോജൻ നമുക്കറിയാം, ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ FSHൻ്റെ LHൻ്റെയും പ്രൊഡക്ഷനെ ഈ സമയത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ GnRHൻ്റെ ലോ പൾസ് ഫ്രീക്വൻസി മതി FSH സെക്രീഷന്. പക്ഷേ GnRHൻ്റെ ഹൈ പൾസ് ഫ്രീക്വൻസി വേണം LH സർജിലെത്താൻ. അപ്പോൾ ഈ ഹൈ പൾസ് ഫ്രീക്വൻസി ഓഫ് GnRHനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജനാണ്. അപ്പോൾ ഫോളിക്കുലർ ഫേസ് അവസാനിക്കാറാവുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നു. ഈസ്ട്രോജൻ ഹൈപ്പോതലാമസിനെ കൊണ്ട് ഉയർന്ന അളവിൽ GnRH പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഉയർന്ന അളവിലുള്ള GnRH ആണ് LH സർജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൈദറിക്കൊല്ലരിക്ക് നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? LH സർജ് എന്നുള്ളൊരു ഓപ്ഷനാണ്. LH സർജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല. കാരണം LH സർജ് ഉണ്ടാക്കണമെങ്കിൽ ഈസ്ട്രോജൻ ലെവൽ കൂടിയിരിക്കണം. ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ കോസസ് LH സർജ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Statement 1. In both sexes, urethra functions as the urinogenital duct. That'ale male only. Malesil മാത്രമാണ് urethra functions as the urinogenital duct. Female urethra functions as urinary duct only. Female mammalsil urethra functions as urinary duct only. Malesil urethra functions as urinary duct as well as genital duct. ഇനി പ്രൊജസ്ട്രോൺ ഇൻഹിബിറ്റ്സ് LH സെക്രീഷൻ. കറക്റ്റാണ്. പ്രൊജസ്ട്രോൺ ലെവൽ കൂടുമ്പോൾ LH സെക്രീഷൻ കുറയും, ഓവുലേഷൻ നടക്കത്തില്ല. കോൺട്രാസെപ്റ്റീവ് പിൽസ് കണ്ടെയ്ൻ ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ, അല്ലേ? കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രൊജസ്ട്രോൺ സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ആണെന്നേ ഉള്ളൂ. കോൺട്രാസെപ്റ്റീവ് പിൽസിൽ അടങ്ങിയിരിക്കുന്ന പ്രൊജസ്ട്രോൺ എന്താ ചെയ്യുന്നത്? ഓവുലേഷനെ സപ്രസ് ചെയ്യുന്നു. പിൽസ് സപ്രസ് ovulation because pills contain high level of progesterone that suppresses LH surge. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അല്ല, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസുമായി. So with this we finish all the 50 questions. Read several times. NCERT text പല പ്രാവശ്യം വായിക്കുക, റിവൈസ് ചെയ്യുക, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നോട്ട് ചെയ്യണം, പോയിന്റ്സ് നോട്ട് ചെയ്യണം. പാസ്റ്റ് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യണം. എല്ലാം നോക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.